ഈശ്വരായിട്ട് പ്രിയപ്പെട്ടവരെ, തിരുവൃക്ഷമിഴിലേക്ക് സ്വാഗതം. ഏവർക്കും ഈശോയിൽ കൃപയും സമാധാനവും. ഇന്ന് നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. ദൈവം നമ്മൾ കരയാനാണോ ആഗ്രഹിക്കുന്നത്? നമ്മുടെ കണ്ണീര് കാണാൻ കൊതിക്കുന്നവനാണോ ദൈവം? ജീവിതത്തിൽ പ്രതികൂലങ്ങളും അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും നാം കരയുകയും വിലപിക്കുകയും ചെയ്യും. സങ്കടങ്ങളും ജീവിതത്തിലെ ദുരന്തങ്ങളും ഒക്കെ നമ്മെ മൂടി നിൽക്കുന്നുണ്ട്. ഈ സാഹചര്യങ്ങളിൽ സ്വാഭാവികമായും കരയുക എന്നത് ഒഴിവാക്കാനാവാത്തൊരു കാര്യവുമാണ്. ഏതൊരു മനുഷ്യനും തന്റെ ജീവിതത്തിൽ നേരിടുന്ന ദുരിതങ്ങളെ ഓർത്ത് കണ്ണീരൊഴുക്കും. പോയ കാലത്ത് അനുഭവിച്ച വേദനകളെക്കുറിച്ച് ഓർത്ത് കരയും. ഭാവിയിൽ വരാനിരിക്കുന്ന ദുരിതങ്ങളെക്കുറിച്ച് ആശങ്കപ്പെടും. ഇവയൊക്കെ മനുഷ്യ സഹജമാണ്. പക്ഷേ ദൈവം നമ്മുടെ കണ്ണീര് ആഗ്രഹിക്കുന്നുണ്ടോ? നാം കരയണമെന്നാണോ അവിടെ നിന്ന് ആഗ്രഹിക്കുന്നത്? പലപ്പോഴും പ്രാർത്ഥനാവേദികളിൽ വിലാപങ്ങളും കണ്ണീരും നമ്മൾ കാണാറുണ്ട്. കരഞ്ഞു പ്രാർത്ഥിക്കുന്നവർ, കരഞ്ഞു പ്രാർത്ഥിക്കൂ എന്ന് പറയുന്നവർ, നിങ്ങളുടെ നിലവിളികൾക്ക് ഉത്തരം നൽകുന്നവനാണ് ദൈവം, അതുകൊണ്ട് നിലവിളിക്കൂ ദൈവത്തിന്റെ സന്നിധിയിൽ എന്ന് ആവേശപൂർവ്വം ജനത്തെ പ്രചോദിപ്പിക്കുന്ന ആളുകൾ. ഇത്തരം സാഹചര്യത്തിൽ നാം ആലോചിക്കേണ്ട ഒരു വിഷയമാണ്, ദൈവം നമ്മുടെ കണ്ണീര് കാണാൻ ആഗ്രഹിക്കുന്നുവോ? പലപ്പോഴും പഴയ നിയമത്തിലെ പല വചനങ്ങളും എടുത്തിട്ട് നമ്മുടെ അലച്ചിലുകൾ എണ്ണുന്ന കണ്ണീര് കുപ്പിയിൽ ശേഖരിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട്. വാസ്തവത്തിൽ നമ്മുടെ കണ്ണീര് കാണാൻ ആഗ്രഹിക്കുന്ന നീചനായ ഒരുവനാണോ ദൈവം? ദൈവം നമ്മോട് പറയുന്നത് സന്തോഷിക്കുവനെന്നാണ്. ദൈവം ഒരിക്കലും നമ്മുടെ കണ്ണീര് കാണാൻ ആഗ്രഹിക്കുന്നില്ല. നാം കരയുന്നത് നമ്മുടെ അജ്ഞത മൂലമാണ്. ജീവിതത്തിലുണ്ടാകുന്ന ഒരു ദുരിതത്തെ നേരിടാനാവാതെ പകച്ചു നിൽക്കുമ്പോൾ നാം കരഞ്ഞു പോകുന്നു. അതിന്റെ രഹസ്യമെന്ത് എന്നറിയാത്തത് കൊണ്ടാണ്. ഒരു പ്രതികൂലവും അവസാനമല്ലെന്നും ഏത് പ്രതികൂലത്തെയും അതിജീവിക്കാൻ നമുക്ക് കഴിയുമെന്നുമാണ് അവിടെ നിന്ന് നമ്മെ പഠിപ്പിക്കുന്നത്. പ്രത്യാശ നമുക്കുണ്ടാകണമെന്ന് അപ്പോസ്തലിക ലേഖനത്തിൽ ഫ്രാൻസിസ് പാപ്പ പഠിപ്പിക്കുമ്പോൾ അത് പ്രധാനമായൊരു കാര്യം പറയുന്നുണ്ട്. ആശങ്കകൾ നിറഞ്ഞതാണ് ജീവിതത്തിന്റെ ഭാവി, അനിശ്ചിതത്വമാണ് അതിന്റെ മുഖമുദ്ര. അങ്ങനെയൊക്കെ ആകുമ്പോഴും അതിനപ്പുറത്ത് ദൈവം നമ്മോട് കൂടെയുണ്ട് എന്ന പ്രത്യാശയിൽ നാം വളരണം. ഒന്നും അവസാന വാക്കല്ലെന്നും ജീവിതത്തിലെ ഒരു ദുരിതവും അർത്ഥമില്ലാത്തതല്ലെന്നും തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. അങ്ങനെ അതിജീവന ശക്തിയായി ദൈവം നമ്മോട് കൂടെയുണ്ടെന്ന ബോധ്യം നമ്മിൽ ഉറയ്ക്കണം. അപ്പോഴാണ് നാം കേൾക്കുന്നത്, നിങ്ങൾ കരഞ്ഞു പ്രാർത്ഥിക്കൂ, നിങ്ങൾ നിലവിളിക്കൂ, നിലവിളിക്കാത്തവരുടെ മേൽ ദൈവത്തിന് കരുണയുണ്ടാകില്ല. ഇത് ഒരു പഴയ നിയമ സിദ്ധാന്തമാണ്, പുതിയ നിയമവുമായിട്ട് ബന്ധപ്പെട്ടതല്ല. നാം കരയുമ്പോഴാണ് ദൈവം അനുഗ്രഹിക്കുക എന്ന് തെറ്റിദ്ധരിക്കുന്ന അനേകർ വിശ്വാസ സമൂഹത്തിനകത്തുണ്ട്. അവർ കരഞ്ഞുകൊണ്ടേയിരിക്കും. ദൈവം എപ്പോഴും സച്ചിത് ആനന്ദരൂപമാണ്, സന്തോഷത്തിന്റെ രൂപമാണ്. ആനന്ദരൂപമായ ദൈവത്തിന്റെ മുൻപിൽ മനുഷ്യർ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിൽ ദൈവം ആനന്ദിക്കുന്നുണ്ട് എന്ന് കരുതുന്നത് ദൈവത്തെ തന്നെ നീചനായി ചിത്രീകരിക്കലാണ്. വാസ്തവത്തിൽ നമ്മുടെ കണ്ണീരുകളും നമ്മുടെ വിലാപങ്ങളും കേവലമായ അറിവില്ലായ്മ കൊണ്ട് സംഭവിക്കുന്നതാണെന്നും നാം അനുഭവിക്കുന്ന വേദനകൾക്കകത്ത് ദൈവികമായ സാമീപ്യമുണ്ടെന്നും ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുമെന്നും ഉറച്ചു വിശ്വസിക്കുമ്പോഴാണ് മരണത്തെ അതിജീവിച്ച ഒരുവൻ നിത്യതയുടെ പ്രത്യാശയായി നമ്മിൽ നിലനിൽക്കുക. അങ്ങനെ ക്രിസ്തുവിലൊരു നിലനിൽപ്പ് നമുക്ക് ആവശ്യമുണ്ടെന്നാണ് യഥാർത്ഥത്തിൽ സുവിശേഷം നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്കൊരുപക്ഷെ ഇപ്പോഴും ജീവിതത്തിൽ ദുരിതമാകാം, കഷ്ടതകൾ ഉണ്ടാകാം. പക്ഷേ നിങ്ങൾ ഓർക്കണം, ആ കഷ്ടത അവസാന വാക്കല്ല. ആ കഷ്ടത നിങ്ങളെ തിന്നു തീർക്കില്ല. യോഹന്നാൻ സുവിശേഷത്തിൽ 11-ാം അധ്യായത്തിൽ 4-ാം തിരുവചനത്തിൽ ഈശോ പറയുന്നുണ്ട്, ഈ രോഗം മരണത്തിൽ കലാശിക്കാനുള്ളതല്ല. ലാസറിന്റെ രോഗം മരണത്തിൽ കലാശിക്കാനുള്ളത് അല്ലെന്നും അത് മഹത്വത്തിലേക്ക് അവനെ ഉയർത്തുന്നതാണെന്നും യേശു പഠിപ്പിക്കും. അഥവാ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, ഓരോ ദുരിതത്തിനകത്തും ദൈവം ഒരു മഹാത്ഭുതം ഒളിച്ചു വെച്ചിട്ടുണ്ട്. നാം അനുഭവിക്കുന്ന കഷ്ടതയ്ക്കകത്ത് പ്രത്യാശയുടെ ഒരു വലിയ പ്രകാശം അവിടെ നിന്ന് ഒളിച്ചു വെച്ചിട്ടുണ്ട്. ആ പ്രത്യാശയെ മുറുകെ പിടിക്കാൻ നമുക്ക് കഴിയണം. ജീവിതത്തിൽ നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന കഷ്ടതയുടെയും വേദനയുടെയും നിങ്ങൾ സഹിക്കുന്ന സഹനത്തിന്റെയും നടുവിൽ നിങ്ങൾക്ക് കണ്ടെത്താനാവണം ദൈവത്തിന്റെ സാമീപ്യം. ദൈവം കൂടെയുണ്ട്, ദൈവം നിങ്ങളെ കൈവിട്ടിട്ടില്ല. ഈ ഒരു തിരിച്ചറിവാണ് യഥാർത്ഥത്തിൽ ക്രൈസ്തവ വിശ്വാസം ലോകത്തിനു മുമ്പിൽ അവതരിപ്പിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ ഏത് തകർന്ന നിമിഷങ്ങളിലും, ഏതില്ലായ്മയിലും, ദാരിദ്ര്യത്തിലും ദൈവം ഒരു മഹാത്ഭുതം പ്രവർത്തിക്കാൻ പോകുന്നു. കാനായിലെ കല്യാണ വിരുന്നിൽ പങ്കെടുക്കുന്ന യേശുവും അമ്മയും സഹോദരങ്ങളും അവരെല്ലാം അവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ അവർക്ക് വീഞ്ഞില്ലാതായി പോവുകയാണ്. വീഞ്ഞില്ലാതാവുന്നത് ഒരു കഷ്ടതയുടെ അനുഭവമാണ്. അവർ അപമാനിതരാകാവുന്ന ഒരു അനുഭവമാണ്.
ആ അനുഭവം അവരുടെ മുൻപിൽ വെക്കുന്ന ദൈവം നിശ്ചയമായിട്ടും അത് അവരുടെ വിലാപം കാണാൻ വേണ്ടിയല്ല, ക്രിസ്തുവിന്റെ മഹത്വം വെളിപ്പെടാൻ വേണ്ടി ചെയ്യണം. ആ ദുരിതാനുഭവത്തിനകത്ത് ദൈവം ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളൊരു മഹാത്ഭുതമുണ്ട്. അത് വെള്ളം വീഞ്ഞാക്കുന്ന പ്രവൃത്തിയാണ്. വെള്ളം വീഞ്ഞാക്കുന്ന പ്രവൃത്തിയിലൂടെ ദൈവം അവരുടെ ജീവിതത്തിൽ ഇടപെടാൻ പോകുന്നു. അവരുടെ മുൻപിൽ ദൈവത്തെ തന്നെ അനുഭവപ്പെടുത്താൻ പോകുന്നു. ഇങ്ങനെ ഏത് ദുരന്തത്തിലും ഏത് ദുരിതത്തിലും നമ്മുടെ ഹൃദയത്തിൽ നാം ആദ്യം ഉറക്കേണ്ട ഒരു കാര്യം, എൻ്റെ ദൈവം തൻ്റെ സമ്പന്നതയിൽ നിന്ന് എനിക്ക് വേണ്ടി എല്ലാം ചെയ്യുന്നുണ്ട്. എൻ്റെ ദൈവം ഞാൻ കാണാത്ത രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. എനിക്ക് മനസ്സിലാകാത്ത ഭാഷയിൽ എന്നോട് സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വേദനയെക്കുറിച്ചും ആകുലപ്പെടുകയല്ല വേണ്ടത്. ഈ വേദനയുടെ നിമിഷത്തിലും നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്, സ്വന്തം പുത്രനെ എനിക്ക് വേണ്ടി പകരമായി ബലിയർപ്പിക്കാൻ മനസ്സ് കാണിച്ച കർത്താവായ ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്ന നിമിഷമാണിത്. ഇതാണ് സ്വീകാര്യമായ സമയം. ഇതാണ് രക്ഷയുടെ ദിനം. ഇപ്പോൾ നിങ്ങൾ മനസ്സ് തിരിയണം. നിങ്ങളുടെ മനസ്സിൽ നിരാശയുടെയും വേദനയുടെയും അടലുകൾ മൂടുന്നുണ്ടെങ്കിൽ അവയെ അതിജീവിക്കുന്ന ഒരു പ്രകാശം നിങ്ങളുടെ അകത്ത് ഉദിച്ചിട്ടുണ്ട്. ആ പ്രകാശം യേശുവാണ്. ആ പ്രകാശത്തെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല എന്നാണ് യോഹന്നാൻ ശ്ലീഹ പറയുക. ഈ ലോകത്തിന്റെ അന്ധകാരത്തിന് മൂടാനാവാത്ത വിധം പ്രത്യാശയുടെ ഒരു വെളിച്ചം നിങ്ങളുടെ ഹൃദയത്തിനകത്തുണ്ട് എന്ന കാര്യം ഓർക്കണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ കേൾക്കുന്നത്, നിലവിളിച്ച് പ്രാർത്ഥിക്കുക, കരയുക, നിരന്തരം കരഞ്ഞുകൊണ്ടേയിരിക്കുക. കരയുന്നവരോട് കൂടെയാണ് ദൈവം. ദൈവത്തിന്റെ മുൻപിൽ നിലവിളിക്കുന്ന, കരയുന്നവരുടെ മുൻപിൽ നേരിട്ട് ഇറങ്ങി വരുന്നവനാണ് ദൈവം എന്ന് പ്രഘോഷണങ്ങൾ ഇപ്പോൾ പഠിപ്പിക്കുകയാണ്. നമ്മൾ ആലോചിച്ച് നോക്കണം, ദൈവം കരയുന്നവരോട് കൂടെ ഇറങ്ങി വരുന്നവനാണോ, അല്ലെങ്കിൽ എല്ലായ്പ്പോഴും നമ്മോട് കൂടെ ഉള്ളവനാണോ? എമ്മാനുവൽ എന്നാണ് അവൻ വിളിക്കപ്പെടുന്നത്. ദൈവം നമ്മോട് കൂടെ. ദൈവം ഏതവസ്ഥയിലാണ് നമ്മോട് കൂടെയുള്ളത്? സങ്കടത്തിലും സന്തോഷത്തിലും എല്ലാ സാഹചര്യങ്ങളിലും നമ്മോട് കൂടെയുള്ള ദൈവം ഒരിക്കലും മറഞ്ഞിരിക്കുന്നില്ല. ദൈവത്തെ തിരിച്ചറിയാനാവാത്ത വിധം കണ്ണുകൾ അന്ധമായി പോകുമ്പോഴാണ്, കൂടെയുള്ളവന്റെ ബലം തിരിച്ചറിയാതെ പോകുമ്പോഴാണ് നാം വിലപിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നിലവിളിക്കുമ്പോൾ നിലവിളി കേട്ട് ഇറങ്ങി വരുന്ന ഒരുവനാണ് ദൈവം എന്നത് ഒരു പഴയ മതസങ്കല്പമാണ്. ലോകത്തുള്ള മതങ്ങളൊക്കെ അങ്ങനെ പഠിപ്പിക്കും. നിങ്ങൾ കരയുമ്പോൾ, നിങ്ങളുടെ സങ്കടം കാണുമ്പോൾ കരുണാർദ്രനായി ഇറങ്ങി വരുന്ന ദൈവം നാം കരയാത്തപ്പോഴും കരുണാർദ്രനായി നമ്മോട് കൂടെയുണ്ട്. നാം നന്മ ചെയ്യുമ്പോഴും തിന്മ ചെയ്യുമ്പോഴും നമ്മെ വിട്ടുപോകാതെ ദൈവം നമ്മോട് കൂടെയുണ്ടെന്ന് പരമാർത്ഥം നമ്മൾ തിരിച്ചറിയണം. ദൈവം നമ്മുടെ കണ്ണീര് കാണാനല്ല ആഗ്രഹിക്കുന്നത്, ദൈവം നമ്മുടെ ജീവിതത്തിലുണ്ട് എന്ന പരമമായ രഹസ്യം വെളിപ്പെടുന്ന നിമിഷങ്ങളാണ് കഷ്ടതയുടെയും വേദനയുടെയും നിമിഷങ്ങൾ. ആ നിമിഷങ്ങളിൽ ദൈവിക സാമീപ്യം നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ, ദൈവം നിങ്ങളുടെ കൂടെ ഉള്ളത് തിരിച്ചറിഞ്ഞാൽ നിങ്ങൾക്ക് ആ സങ്കടത്തെ അതിജീവിക്കാൻ കഴിയും. ഈ സങ്കടത്തെ നിങ്ങൾ അതിജീവിക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നിങ്ങൾ പരിതാപത്തിന്റെ മക്കളാകണമെന്നല്ല, നിങ്ങൾ സന്തോഷത്തിന്റെ മക്കളാകണമെന്നാണ്. അതുകൊണ്ട് ഫിലിപ്പർ ലേഖനം 4-ാം അധ്യായം പറയും, നിങ്ങൾ സന്തോഷിക്കുവിൻ, എപ്പോഴും സന്തോഷിക്കുവിൻ, എല്ലാ കാര്യങ്ങളിലും കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ യാചനകൾ അർപ്പിക്കണം. നിങ്ങളുടെ യാചനകൾ അർപ്പിക്കുമ്പോൾ നിങ്ങൾ പരിതപിക്കുകയല്ല വേണ്ടത്, നിങ്ങൾ സന്തോഷത്തോടുകൂടെ ആയിരിക്കണം. എന്തുകൊണ്ടാണ് സന്തോഷിക്കണമെന്ന് പറയുന്നത്? നിങ്ങൾ നിലവിളിക്കുകയല്ല, സന്തോഷിക്കുകയാണ് വേണ്ടതെന്ന് പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുള്ള ഏത് സാഹചര്യത്തിനകത്തും ആ സാഹചര്യങ്ങളെക്കാൾ വലിയവനായ ഒരുവൻ നിങ്ങളോട് കൂടെ ഉണ്ടെന്നും അവനിൽ നിങ്ങൾക്ക് വിജയം സാധ്യമാണെന്നും നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ ഉറയ്ക്കുമെങ്കിൽ മാത്രമേ മരണത്തെ അതിജീവിക്കുന്ന ഒരുവൻ നിങ്ങളുടെ ജീവിതത്തിനകത്ത് പ്രവർത്തിക്കുന്നതായി നിങ്ങൾക്ക് കാണാൻ കഴിയൂ. അത് നമ്മുടെ കാഴ്ചയെ സംബന്ധിച്ച് മാത്രമാണ്. ദൈവം എപ്പോഴും നമ്മോടുകൂടെ. എമ്മാനുവലാകാൻ അവൻ ഈ ഭൂമിയിലേക്ക് വന്നു. ദൈവം മനുഷ്യനോടുകൂടെ വസിക്കുന്ന ദൈവം. ആ ദൈവം നിങ്ങളുടെ ജീവിതത്തിലെ ഒരു നിമിഷത്തിലും നിങ്ങളെ കൈവെടിയുന്നില്ല എന്ന പരമാർത്ഥത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരുമ്പോൾ നിങ്ങൾ നേരിടുന്ന സങ്കടങ്ങളെ, നിങ്ങളുടെ ദാരിദ്ര്യത്തെ, നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന കഷ്ടതയെ മറികടക്കാൻ ഒരു ബലം നിങ്ങൾക്ക് ലഭിക്കും. ഒറ്റയ്ക്കായി പോകുമ്പോഴാണ് നമ്മൾ പരിതാപത്തിന്റെ മക്കളാകുന്നത്. ദൈവം നമ്മെ കൈവിട്ടിട്ടില്ല. ദൈവം നമ്മെ കൈവിട്ടു എന്ന് കരുതുന്ന ഒരു പഴയകാല ജനതയാണ് കണ്ണീരോടുകൂടെ പ്രാർത്ഥിക്കുന്നത്, കർത്താവെ ഇറങ്ങി വരണമേ. കർത്താവ് ഇനി ഇറങ്ങി വരാനില്ല, അവൻ നമ്മോട് കൂടെ വസിക്കുന്നു. നമ്മിൽ വസിക്കുന്ന ദൈവത്തെയും നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന ദൈവത്തെയും ക്രിസ്തുവിൽ നമുക്ക് അവിടെ നിന്ന് കാട്ടിത്തന്നിട്ടുണ്ട്. ആ ക്രിസ്തുവിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ പോകുന്ന മഹാത്ഭുതങ്ങളെ പ്രതി കൃതജ്ഞത അർപ്പിക്കുന്നവരായി നമുക്ക് മാറാൻ കഴിയണം. എന്റെ ഈ ജീവിത സഹനത്തിൽ, ഈ കഷ്ടതയിൽ, ഈ വേദനയിൽ അവിടെ ഒന്നുണ്ട് എന്നും, എന്റെ കണ്ണീര് കാണുന്ന, എന്റെ മനോവ്യഥ അറിയുന്ന, എന്റെ ഇടർച്ച അറിയുന്ന, എന്റെ ഇന്നത്തെ പതിതാവസ്ഥയെ തിരിച്ചറിയുന്ന ദൈവം രക്ഷകനായ ദൈവമാണ്. അവിടെ നിന്ന് എനിക്ക് വേണ്ടി പകരം മരിച്ചവനാണ്. അവിടെ നിന്ന് എന്റെ ജീവിതത്തിൽ എന്നെ കൈവിടിയുകയില്ല എന്ന ബോധ്യമാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. നിലവിളിച്ച് പ്രാർത്ഥിക്കൂ എന്ന് പറയുന്നത് സാമാന്യമായി കേൾക്കുന്ന ഒരു കാര്യമാണ്. ഒരിക്കൽ ഒരു ദേവാലയത്തിന് മുൻപിൽ വീട്ടുകാരെ കൂട്ടാനായിട്ട്
പോയി നിൽക്കേണ്ടി വന്നൊരു സാഹചര്യം ഉണ്ടായി. അവരൊരു ആരാധനയെ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ആരാധനയെ പങ്കെടുക്കുന്ന സമയത്ത് അവരെ വിളിക്കാനായിട്ട് വണ്ടിയായിട്ട് ചെന്ന് ഞാൻ പള്ളിയുടെ പുറത്ത് കിടക്കുകയാണ്. പള്ളിയുടെ പുറത്ത് വണ്ടിയിലിരിക്കുന്ന സമയത്ത് പള്ളിയിൽ ശുശ്രൂഷകൻ വിളിച്ചു പറയാണ്, ഉറക്കെ നിലവിളിക്കൂ, ഉറക്കെ നിലവിളിക്കൂ, നിലവിളിച്ച് പ്രാർത്ഥിക്കൂ. ജനമാർത്തലച്ച് കരയാണ്. തങ്ങളുടെ ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും ഓർത്ത് ദൈവമേ ഈ കാര്യങ്ങളൊക്കെ സാധിച്ചു തരണമേ എന്ന് ദൈവത്തിന് മുമ്പിൽ കേഴുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. വഴിയെ പോകുന്ന ഒരുവൻ ഇത് കണ്ടാൽ എന്താണ് കരുതുക? ഇത്രയേറെ കരഞ്ഞിട്ടും കരുണയില്ലാത്തൊരു ദൈവം. അനന്തകാരുണ്യമായ ദൈവത്തിന്റെ സന്നിധിയിൽ അവൻ നമുക്ക് വേണ്ടി സമസ്തവും നൽകിയിരിക്കെ, അവൻ നമ്മോട് കൂടെ ആയിരിക്കെ, അവനെ മറന്ന്, അവന്റെ കാരുണ്യത്തെ മറന്ന് ദൈവമേ കാരുണ്യം ചൊരിയണമേ എന്ന് കേഴുന്ന ജനം, അർത്ഥമറിയാത്ത ജനം, ദൈവത്തെ തിരിച്ചറിയാത്ത മനുഷ്യർ, ദൈവത്തിന്റെ സ്നേഹം മനസ്സിലാകാതെ പോകുന്ന മനുഷ്യർ. നിങ്ങൾ ഏതെങ്കിലും സമയത്ത് ദൈവസന്നിധിയിൽ നിങ്ങളുടെ ജീവിതത്തിലെ കഷ്ടതകളെ ഓർത്ത് കരയുന്നുണ്ടെങ്കിൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. നിങ്ങൾ ക്രിസ്തുവിനെ അംഗീകരിച്ചിട്ടില്ല. അവിടുന്ന് കുരിശിൽ നിങ്ങൾക്ക് വേണ്ടി മരിച്ചവനാണെന്നും നിങ്ങളെ നേടാൻ വേണ്ടി മുറിവേറ്റവനാണെന്നും നിങ്ങൾക്ക് സൗഖ്യമുണ്ടാകാൻ ശരീരത്തിൽ മുറിവുകൾ സ്വീകരിച്ചവനാണെന്നും അപമാനിതനായവനാണെന്നും നിങ്ങളെ പ്രതി മരിച്ചവനാണെന്നും നിങ്ങൾക്ക് വേണ്ടി ഉദ്ധിതനായവനാണെന്നും നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടില്ല. ഇത് സുവിശേഷത്തിന് നേർവിരുദ്ധമായ ഒരു കാര്യമാണെന്ന് നാം പലപ്പോഴും അറിയാതെ പോവുകയാണ്. അതുകൊണ്ടാണ് ശുശ്രൂഷകരായവർ പോലും പറയുന്നത്, നിലവിളിക്കുക, നിലവിളിക്കുന്നവരോട് ഒപ്പമാണ് ദൈവം, നിലവിളിക്കുമ്പോൾ ദൈവം ഇറങ്ങി വരും. നിലവിളിക്കുമ്പോൾ ഇറങ്ങി വരുന്ന ഒരാളല്ല, എപ്പോഴും നമ്മോട് കൂടെയുള്ള ഒരാളാണ് ദൈവം എന്ന് ഓർക്കണം. നീ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും, നീ തിരിച്ചറിയാതെ പോകുന്ന ഏത് നിമിഷത്തിലും ദൈവം നിന്നോട് കൂടെയുണ്ട്. ദൈവം ഒരിക്കലും നിന്നെ കൈവിട്ടിട്ടില്ല, ഒറ്റയ്ക്കാക്കിയിട്ടില്ല. അതുകൊണ്ട് നാം നേരിടുന്ന പ്രതികൂലാവസ്ഥകൾ നമ്മുടെ കൺമുമ്പിലെ കാഴ്ചകളാണ്, നമ്മുടെ താൽക്കാലിക അനുഭവങ്ങളാണ്. ഈ താൽക്കാലിക അനുഭവങ്ങൾക്കപ്പുറത്ത് നിത്യമായ ഒരു ജീവിതവും നിത്യമായ പ്രത്യാശയും അവിടെ നമുക്ക് നൽകുന്നുണ്ട്. നാം നേരിടുന്ന ഒരു പ്രശ്നവും നമ്മെ മൂടിക്കളയുന്നതല്ല എന്ന ഉറപ്പ് നമുക്കുണ്ടാകണം. അത് നമ്മുടെ കണ്ണീര് കണ്ടിട്ടല്ല, ദൈവം നമ്മോട് കരുണ കാട്ടുന്നത് നാം കരഞ്ഞപ്പോഴല്ല, ദൈവം നമ്മോട് കരുണ കാട്ടുന്നത് നമ്മോടുള്ള സ്നേഹാധിക്യത്താലാണ്. അങ്ങനെ പരമസ്നേഹമായ, അനന്തസ്നേഹമായ, അപരിമേയമായ സ്നേഹമായ ദൈവത്തെ ക്രിസ്തുവിൽ തിരിച്ചറിയാൻ കഴിയുന്ന ഒരാളെ സംബന്ധിച്ച് അയാളുടെ ജീവിതത്തിൽ അയാൾ നേരിടുന്ന ഏതൊരു അനുഭവവും രക്ഷയുടെ അനുഭവമായിട്ട് പരിണമിക്കും. അങ്ങനെ നാം കഷ്ടമെന്ന് കരുതുന്ന, വേദനയെന്ന് കരുതുന്ന ഒരു അവസരത്തെ നന്മയാക്കി മാറ്റാൻ കഴിയും. നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. നിങ്ങളിന്ന് ദുഃഖിക്കുന്നു, നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. സ്ത്രീക്ക് പ്രസവവേദന അനുഭവിക്കുന്നത് പോലെയാണത്. ആ അനുഭവിക്കുന്ന നേരത്ത് ഏറ്റവും വലിയ വേദന അവൾ അനുഭവിക്കും. ഒരു കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ ആ വേദനയെ അവൾ ഓർക്കുകയേയില്ല. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ വേദനകളെ മാറ്റാൻ വന്നവനാണ് ക്രിസ്തുവെന്നും, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേരിടുന്ന ഏത് സാഹചര്യത്തെയും അതിജീവിക്കാൻ കരുത്തു പകരുന്നവനാണ് അവിടെന്നും തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ നമുക്ക് കഴിയുമ്പോഴാണ് പ്രത്യാശയുടെ മക്കളായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റുക. അതുകൊണ്ട് നിലവിളി കേൾക്കുമ്പോൾ ഇറങ്ങി വരുന്ന ദൈവം ഒന്ന് മാറ്റിയിട്ട് നിലവിളി കേൾക്കാനല്ലാതെ നിങ്ങളോട് കൂടെ നിരന്തരം സഹവസിക്കുന്ന, നിങ്ങളുടെ നിലവിളികളെക്കാൾ നിങ്ങളുടെ സന്തോഷത്തെ അഭിലഷിക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണാൻ പറ്റണം. പഴയ നിയമ കാഴ്ചപ്പാടിൽ ഇങ്ങനെ രക്ഷകന് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോഴാണ് ജീവിതത്തിലെ അടിമാവസ്ഥയിൽ നിന്ന്, വേദനയിൽ നിന്ന്, കഷ്ടതയിൽ നിന്നൊക്കെ അവർ മോചനം പ്രാപിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുക. ഇത് പഴയ നിയമകാല ജനതയാണ്, പഴയകാല ബോധമാണ്. യേശുക്രിസ്തുവിൽ ഈ ഭൂമിയിൽ അവതരിക്കുന്നതിന് മുമ്പുള്ള കാര്യമാണ്. യേശുക്രിസ്തു ഭൂമിയിൽ അവതരിച്ചപ്പോഴെങ്ങനെയാണ്? യേശുക്രിസ്തു ഭൂമിയിൽ അവതരിച്ചപ്പോ നിങ്ങളുടെ കണ്ണീര് കണ്ടിട്ടല്ല അവിടെ നിങ്ങളെ രക്ഷിക്കുന്നത്, നിങ്ങളുടെ കൂടെ ആയിരുന്നു കൊണ്ടാണ്. നമ്മുടെ വേദനകളെ നമ്മളെക്കാൾ തിരിച്ചറിയുന്ന ഒരു ദൈവം നമ്മോട് കൂടെ ആയിരുന്നുകൊണ്ട് നമ്മുടെ യഥാർത്ഥ പതിതാവസ്ഥയിൽ നമ്മെ മോചിപ്പിക്കാനായി രക്ഷകനെ അയക്കുന്നു. അത് കരഞ്ഞു പ്രാർത്ഥിച്ചപ്പോഴാണോ? മനുഷ്യർ കരഞ്ഞത് കൊണ്ടാണോ യേശു ഭൂമിയിൽ വന്നത്? മനുഷ്യന്റെ വിലാപം കേട്ടിട്ടാണ് ദൈവം രക്ഷകനെ അയച്ചതെന്നാണ് പറയുന്നത്. മനുഷ്യന്റെ വിലാപം കേട്ടിട്ടല്ല. എവിടെ വെച്ചാണ് രക്ഷകൻ വാഗ്ദാനം ചെയ്യപ്പെടുന്നത്? ഹവ്വ പാപം ചെയ്ത് ആദവും ഹവ്വയും ദൈവത്തിൽ നിന്ന് ഒളിക്കാൻ ആഗ്രഹിക്കുന്ന സമയത്ത് അത്തിയിലകൾ കൂട്ടിത്തുന്നി അവരുടെ നാണം മറയ്ക്കുന്ന ദൈവം അന്നേ പ്രഖ്യാപിച്ചു. മനുഷ്യൻ വീണുപോയപ്പോൾ തന്നെ രക്ഷയും പ്രഖ്യാപിക്കുക. നിങ്ങളുടെ പതിതാവസ്ഥയിൽ നിന്ന് നിങ്ങളെ മോചിപ്പിക്കാൻ ഒരു രക്ഷകൻ വരുമെന്ന വാഗ്ദാനം അവിടെ തന്നെ നൽകപ്പെടുകയാണ്. കരയേണ്ട എന്ന് പറയാൻ വേണ്ടിയാണ്, നിങ്ങൾ സങ്കടപ്പെടേണ്ടെന്ന് പറയാൻ വേണ്ടിയാണ്. നാം ചോദിച്ചിട്ടല്ല യേശുവിനെ ഭൂമിയിലേക്ക് അവിടെ നിന്ന് അയക്കുന്നത്. നാം അന്വേഷിച്ചിട്ടല്ല നാം ദൈവത്തെ കണ്ടെത്തുന്നത്. ദൈവം വെളിപ്പെടുകയാണ്. ദൈവത്തിന്റെ സ്നേഹം വെളിപ്പെടുകയാണ്. ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകുന്നത് സ്വയം ദാനശേഷിയാലാണ്. അത് നമ്മുടെ യാതനയുടെ പ്രതിഫലമായിട്ടല്ല. മനുഷ്യകുലത്തിന്റെ കണ്ണീര് കണ്ടിട്ടല്ല ദൈവം രക്ഷകനെ അയക്കുന്നത്. മനുഷ്യകുലത്തെ വിമോചിപ്പിക്കാൻ ദൈവം ആദിയിലേ എടുത്ത തീരുമാനം, മനുഷ്യനിലൂടെ തിന്മയെ ജയിക്കാൻ ദൈവം ആദിയിലേ എടുത്ത തീരുമാനം നടപ്പാക്കുകയാണ് ഓരോ പടവുകളിലും. പഴയ നിയമകാലത്തായാലും
പുതിയ നിയമകാലത്തായാലും നാം ഇന്ന് അനുഭവിക്കുന്ന ജീവിതാവസ്ഥയിലായാലും ദൈവം നമുക്ക് സമീപസ്ഥനാകുന്നത് നമ്മുടെ നിലവിളി കേട്ടിട്ടല്ല, നമ്മോടുള്ള അനന്തമായ സ്നേഹത്താലാണ്. ദൈവത്തിന് നമ്മളെ കൈവിടുക സാധ്യമല്ല. നാം ദൈവത്തിന്റെ മക്കളാണ്. ദൈവത്തിൽ വിശ്വസിച്ചാലും അവിടുത്തെ നിഷേധിച്ചാലും അവിടത്തേക്കെതിരായി നിന്നാലും ദൈവം നമ്മെ കൈവിടില്ല. കാരണം നാം ഇതൊക്കെ ചെയ്യുമ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ ഈ പരിമിതി ദൈവത്തിനറിയാം. ദൈവം അനന്ത സ്നേഹമാണ്, ദൈവം അനന്ത നന്മയാണ്. മനുഷ്യൻ തിന്മ ചെയ്യുമ്പോൾ ആ മനുഷ്യന്റെ മേൽ തിന്മയയക്കുന്ന, തിന്മ പ്രവൃത്തികൾക്ക് പ്രതികാരം ചെയ്യുന്ന ഒരു ദൈവത്തെയാണ് പഴയ നിയമം കാട്ടിത്തരുന്നത്. പഴയ നിയമകാല ബോധമാണ്. യേശുക്രിസ്തുവിൽ വെളിപ്പെട്ട ദൈവത്തെക്കുറിച്ചല്ല പറയുന്നത്. ദൈവമെന്നും സ്നേഹമായിരുന്നു. പക്ഷേ ആ സ്നേഹം എഴുതപ്പെട്ടപ്പോ, പുരോഹിത കാലത്ത് പഴയ നിയമ ഗ്രന്ഥങ്ങൾ ഉണ്ടായപ്പോ അവിടെ തിന്മ ചെയ്യുന്നവരെ ദ്രോഹിക്കുന്ന ഒരു ദൈവത്തെ, ശിക്ഷിക്കുന്ന ഒരു ദൈവത്തെ അവർ പറഞ്ഞു വെച്ചു. ആ പറഞ്ഞു വെച്ചതിന്റെ പിന്നിലുള്ള കാര്യം എന്താണ്? ഇപ്പൊ കുട്ടികളായിരിക്കുമ്പോൾ തെറ്റ് ചെയ്താൽ അപ്പൊ തന്നെ ശിക്ഷിക്കും. എന്തിനാണ് ശിക്ഷ കൊടുക്കുന്നത്? അവർ നന്നാവാൻ വേണ്ടിയാണ്. അതാണ് വടിയെടുത്ത് കുട്ടിയെ അടിക്കും, അങ്ങനെ ചെയ്യരുത്, അടി കിട്ടും. പക്ഷെ മുതിർന്നു കഴിയുമ്പോൾ കുട്ടി അങ്ങനെ അടിക്കുന്നില്ല. കാരണം എന്താണ്? കുട്ടിക്ക് തിരിച്ചറിവുണ്ടായി. തിരിച്ചറിവുണ്ടാകുന്നതിന് മുമ്പ് തെറ്റു ചെയ്യാതിരിക്കാൻ വേണ്ടി ദൈവം ചെയ്ത പ്രവൃത്തികളുടെ കാര്യമാണ് ഈ പഴയ നിയമഗ്രന്ഥങ്ങൾ നമ്മോട് പറയുന്നത്. അവിടെ ഇസ്രായേൽ ജനം തിന്മ ചെയ്തപ്പോ അവരുടെ മേൽ ശത്രുക്കളെ അയച്ചു. അങ്ങനെ തിന്മ ചെയ്തപ്പോ അവർ മിദ്യാൻകാരുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു എന്നാ പറയണേ. ഇത് നമ്മുടെ ഒരു ബോധമാണ്. ദൈവത്തെ മാനുഷികതയിൽ പരിഭാഷപ്പെടുത്തുമ്പോൾ വരുന്നൊരു പിഴവാണ്. ദൈവം മനുഷ്യനായി അവതരിച്ചു. ദൈവം തന്നെ തന്നെ പരിഭാഷപ്പെടുത്തി യേശുക്രിസ്തുവിൽ, മനുഷ്യത്വത്തിൽ വെളിപ്പെടുത്തി. ആ വെളിപ്പെടുത്തലിന് മുൻപ് സാമാന്യ മനുഷ്യത്വം ചെയ്യുന്ന പ്രവൃത്തിയാണ് തിന്മയ്ക്ക് ശിക്ഷ എന്നുള്ളത്. അങ്ങനെ മനുഷ്യന്റെ പ്രതികാര ബുദ്ധി ദൈവത്തിന് ആരോപിച്ചാണ് പഴയ നിയമകാലത്ത് ദൈവം പ്രതികാരദാഹിയായ ഒരാളായിട്ട് അവതരിക്കുന്നത്. അത് ദൈവത്തിന്റെ വെളിപ്പെടുത്തലല്ല. അന്ന് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞേ ഉള്ളൂ. തെറ്റ് ചെയ്യുന്നൊരു കുട്ടിയോട് അടികൊള്ളും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നതിലൂടെ അവനെ നിലയ്ക്ക് നിർത്താമെന്ന് കരുതുന്ന ഒരു ബോധം. 10 കൽപ്പനകൾ പാലിക്കേണ്ടതാണ് എന്നത് നിർബന്ധമായിട്ട് അടിച്ചേൽപ്പിക്കണമെങ്കിൽ അതിന്റെ പിന്നിൽ ശിക്ഷയുണ്ട് എന്നൊരു കാര്യം പറയേണ്ടി വരും. 10 കൽപ്പനകൾ നിങ്ങൾ പാലിക്കുന്നത് സ്നേഹം കൊണ്ടാവണം എന്നാണ് പറയേണ്ടത്. പക്ഷെ സ്നേഹം കൊണ്ടാണെന്ന് പറഞ്ഞാൽ മനസ്സിലാകാത്തൊരു സമയത്ത്, തീ പൊള്ളുമെന്ന് പറഞ്ഞാൽ മനസ്സിലാകാത്തൊരു പ്രായത്തിൽ തീയിൽ തൊട്ട് കളിക്കുന്ന കുട്ടിയെ അമ്മ അടിക്കും. അത് മനസ്സിലാവാഴിക കൊണ്ടാണ്. അമ്മയ്ക്ക് സ്നേഹമില്ലാഞ്ഞിട്ടല്ല. ആ അമ്മ തന്നെയാണ് പിന്നീട് തീ അവന്റെ കയ്യിൽ കൊടുക്കുന്നതും തീ ഉപയോഗിക്കാൻ പഠിപ്പിക്കുന്നതും. അപ്പൊ അതുകൊണ്ട് മനുഷ്യന്റെ പ്രകൃതത്തിലേക്ക് ദൈവത്തെ പരിഭാഷപ്പെടുത്താൻ ശ്രമിച്ചപ്പോഴാണ് അവിടെ നമ്മുടെ പ്രതികാര ബുദ്ധി ദൈവത്തിൽ ആരോപിച്ചു. അങ്ങനെയാണ് ഇസ്രായേൽ ജനത്തെ ഏൽപ്പിച്ചു കൊടുത്തു എന്ന ഭാഷ ഉണ്ടാവുന്നു. അങ്ങനെ ഇസ്രായേൽ ജനം ശോഷിക്കുന്ന സമയത്ത് അവർ നിലവിളിച്ചു. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ 6-ാം അധ്യായത്തിൽ 6-7 തിരുവചനങ്ങൾ നമുക്ക് കാണാം. അവിടെ ഇസ്രായേൽ ജനം ശോഷിച്ചു പോയപ്പോ അവർ വിലപിച്ചു. അപ്പോ ഗദയോൻ എന്ന് പറയുന്ന ഒരു പ്രവാചകനെ അയച്ചു. അവരുടെ കണ്ണീര് കണ്ടയച്ചു. നാം തെറ്റ് ചെയ്യുമ്പോൾ കരഞ്ഞാൽ ക്ഷമ കിട്ടുമെന്നത് ഒരു മാനുഷികതയാണ്. നാം തെറ്റ് ചെയ്യുമ്പോൾ, നാം കരയാതിരിക്കുമ്പോൾ നമുക്ക് വേണ്ടി ഒരുവൻ മരിച്ചുകൊണ്ട് നമ്മുടെ തെറ്റുകൾക്ക് പകരമായി ശിക്ഷ ഏറ്റെടുത്തുകൊണ്ട് ഒരുവൻ നമ്മെ സ്നേഹിക്കുന്നു. അതാണ് ക്രിസ്തുവിൽ വെളിപ്പെട്ട സ്നേഹം. അത് നമ്മുടെ കണ്ണീരിന്റെ ഫലമല്ല, നമ്മുടെ അനുതാപത്തിന്റെ ഫലമല്ല. ഭൂമിയിലെ മനുഷ്യൻ അനുദപിച്ചപ്പോഴല്ല യേശുക്രിസ്തു ഭൂമിയിൽ വരുന്നത്. നാം പാപികളായിരിക്കെ അവിടെ നിന്ന് നമ്മോട് അനന്തമായ കാരുണ്യം കാണിച്ചു. അത് നമ്മുടെ തെരഞ്ഞെടുപ്പല്ല, അത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. അപ്പൊ അത് തിരിച്ചറിയാതെ പഴയ നിയമത്തിലേക്ക് കൊണ്ടേ കെട്ടാൻ നോക്കുകയാണ്. നിങ്ങൾ നിലവിളിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിലെ കഷ്ടതയിലേക്ക് ദൈവം ഇറങ്ങി വരും. നിലവിളിച്ചില്ലെങ്കിൽ നിങ്ങളെ കൈവിടും. നിലവിളിക്കാത്തവരുടെ ജീവിതത്തിൽ നിന്ന് ദൈവം അകന്നു നിൽക്കുമെന്നും പിശാചിന് നമ്മെ വിട്ടുകൊടുക്കും എന്നും പറയുന്നിടത്ത് ദൈവത്തെ നാം ചിത്രീകരിക്കുന്നത് ക്രൂരനായ ഒരു ന്യായാധിപനായിട്ടാണ്. ഇപ്പൊ ന്യായാധിപന്മാരുടെ പുസ്തകം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാലോ, നീതിന്യായങ്ങളെ കുറിച്ച് അന്നുണ്ടായ മാനുഷിക ബോധം അതിന്റെ പിന്നിലുണ്ട്. ദൈവനിവേശിതമായ വിശുദ്ധ ഗ്രന്ഥത്തിനകത്ത് അതെഴുതിയവരുടെ മാനുഷിക ഭാവങ്ങളും അടങ്ങിയിട്ടുണ്ട് എന്ന് വേദഗ്രന്ഥങ്ങളെ കുറിച്ചുള്ള അപഗ്രഥനത്തിൽ സഭ പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തിനകത്ത് ആ എഴുതിയത് ദൈവനിവേശിതമായിരിക്കുമ്പോൾ തന്നെ അതിന്റെ കണ്ടന്റ്, കോണ്ടെക്സ്റ്റ് ദൈവനിവേശിതമായിരിക്കുമ്പോൾ തന്നെ ദൈവം രക്ഷിക്കുന്നു എന്ന കാര്യത്തിന് പരമപ്രാധാന്യം കൊടുക്കാതെ ദൈവം ശിക്ഷകനാണ് എന്നൊരു ബോധം കൂടി അന്നത്തെ കാലത്തെ നിയമബോധം കൊണ്ട് എഴുതി വെക്കുന്നു. അങ്ങനെയാണ് ഈ പഴയ നിയമഗ്രന്ഥത്തിൽ നമ്മളിത് കാണുന്നത്. അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത്, നാം ഈ പഴയ നിയമകാല ജനതയല്ല.
ദൈവം വെളിപ്പെട്ടവരാണ്, ക്രിസ്തുവിനായി തീർന്നവരാണ്. ആ നാം പഴയ കാലത്തേതുപോലെ ദൈവത്തെ ഭീതിതനായ ഒരുവനായി കണ്ട് കരയുകയല്ല വേണ്ടത്, ദൈവത്തിന്റെ സന്നിധിയിൽ നിലവിളിക്കുകയല്ല വേണ്ടത്. ദൈവം നമ്മുടെ രക്ഷകനാണെന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് സന്തോഷിക്കുന്ന മക്കളായിട്ട് നമ്മൾ ജീവിക്കുകയാണ് വേണ്ടത്. ഈ ലോകത്തെ കഷ്ടതകളും വേദനകളും ഒക്കെ എത്രത്തോളം നമ്മളെ ഞെരുക്കുമ്പോഴും അതിനകത്ത് ആനന്ദിക്കാൻ കഴിയുന്ന ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്നും അത് പരമ നന്മയാണെന്നും എൻ്റെ ജീവിതം അവിടെ നിന്ന് നന്മയ്ക്കായി പരിവർത്തിപ്പിക്കുമെന്നുമുള്ള പ്രത്യാശയിൽ ഉറച്ച ഒരു ജീവിതം ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ വിശ്വാസം ശക്തിമത്താകുന്നത്, വിശ്വാസം അനുഭവകരമാകുന്നത്. ഒരു പ്രഘോഷണത്തിനിടയ്ക്ക് നാം കേൾക്കാണ്, നിലവിളിക്കാൻ മറന്നുപോയ ഒരു ജനതയുടെ മേൽ അവിടെ നിന്ന് തിന്മയായിരിക്കും, ശത്രുവിനായിരിക്കും. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ഭൂമിയിൽ, പ്രപഞ്ചത്തിൽ എല്ലാം ക്ഷയോന്മുഖമാണ്, എല്ലാം പ്രതികൂലങ്ങളെ നേരിടുന്നതാണ്. ഒരു ജീവിവർഗവും പ്രതികൂലത്തെ നേരിടാതെ പോയിട്ടില്ല. മനുഷ്യവംശം നിരവധിയായ പ്രതികൂലങ്ങളെ നേരിടുന്നുണ്ട്. അത് നാം നിലവിളിക്കാത്തത് കൊണ്ടാണെന്നും നമ്മുടെ ജീവിതത്തിൽ ആരെങ്കിലും നമ്മോട് ശത്രുത പുലർത്തുന്നതും നമ്മുടെ ജീവിതത്തിനെതിരായി മാറുന്നതും നമ്മുടെ ജീവിതം തകർച്ചയെ നേരിടുന്നതും നാം നിലവിളിക്കാത്തത് കൊണ്ടാണ് എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ നാം ദൈവത്തെ ഭീതിതനായ ക്രൂരനായ ഒരു ശിക്ഷകനായിട്ട് മാറ്റിവെക്കുന്നു. ഭൗതിക ജീവിതത്തിനകത്ത് തകർച്ചകൾ കൊണ്ടിരുന്നൊരു ദൈവത്തെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നിലവിളിക്കാത്തത് കൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിലെ തകർച്ച എന്ന് പറയാം. രസകരമായൊരു കാര്യം എന്താണെന്നറിയാം? ഗ്രഹാം സ്റ്റെയിനെ നമുക്കറിയാം. കുഷ്ഠരോഗികളുടെ ഇടയിൽ പ്രവർത്തിച്ച് സുവിശേഷ പ്രവർത്തനം നടത്തിയിരുന്ന, ദൈവത്തിന് കാരുണ്യം തന്റെ ജീവിതത്തിലൂടെ പ്രകടമാക്കാൻ ശ്രമിച്ച ഒരാളുടെ പേരാണ് ഗ്രഹാം സ്റ്റെയിൻ. ആ ഗ്രഹാം സ്റ്റെയിനെയും 2 കുട്ടികളെയും ഒരു ജീപ്പിലിട്ട് കത്തിച്ചു കളഞ്ഞു. നിലവിളിക്കാതെ പോയതുകൊണ്ട്. മിസ്റ്റർ ലോറൻസിനെ റോമ പ്രീഫെക്ട് പഴുത്ത ഇരുമ്പ് പലയുടെ മുകളിൽ കിടത്തി നിലവിളിക്കാതെ പോയതുകൊണ്ട്. എന്താണ് നിലവിളിയെക്കുറിച്ച് നിങ്ങളുടെ സങ്കല്പം? നിങ്ങളുടെ കണ്ണീര് പലപ്പോഴും അർത്ഥമില്ലാത്തതായി പോകുന്നു. നിങ്ങളെ സ്നേഹിക്കുന്ന ദൈവത്തെ തിരിച്ചറിയാത്തത് കൊണ്ടാണ് നിങ്ങൾ വിലപിക്കുന്നത്. നിങ്ങൾ ഇപ്പോൾ തകർച്ചയെ നേരിടുന്നുണ്ടെങ്കിലും പരമകാരുണികനായ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുമെന്ന പ്രത്യാശ നിങ്ങളെ ആനന്ദത്തിലേക്ക് നയിക്കുന്നില്ലെങ്കിൽ, നിങ്ങളുടെ ഹൃദയം ദുഃഖപൂരിതമായി പോകുന്നുവെങ്കിൽ, യഥാർത്ഥത്തിൽ ഭൗതിക പ്രപഞ്ചത്തിലെ ഓരോ പ്രശ്നങ്ങളുടെയും ഉത്തരവാദിയാക്കി ദൈവത്തെ മാറ്റി നിർത്തുന്നു. ശിക്ഷകനാണ് ദൈവം എന്ന് വരുന്നു. അതുകൊണ്ട് രോഗം, തകർച്ചകൾ, ജീവിതം നേരിടുന്ന പ്രതിസന്ധികളൊക്കെ ദൈവത്തിന്റെ ശിക്ഷയായിട്ട് പറയുന്ന പഴയ നിയമ പ്രബോധനം ആധുനിക കാലത്തെ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് വെക്കുന്നു. അങ്ങനെ ക്രിസ്തുവിൽ നമുക്കുണ്ടായ വിടുതലിനെ അവർ മറച്ചു വെക്കുകയാണ്. പഴയ നിയമകാലത്തെ പോലെ കരഞ്ഞു പ്രാർത്ഥിക്കുന്നവരും ദൈവത്തെ ഭയക്കുന്നവരും, ദൈവത്തെ എങ്ങനെയാ ഭയക്കണ്ടേ? ദൈവം പരമപരിശുദ്ധി ആയതുകൊണ്ട് അവന്റെ പരിശുദ്ധി നമ്മെ തിരിച്ചറിയുന്നു. നമ്മുടെ കുറവുകൾ അവിടുത്തെ മുമ്പിലുണ്ട്. ഞാനും ദൈവവും തമ്മിലുള്ള ഈ അന്തരത്തെക്കുറിച്ചുള്ള കാര്യമാണ് ദൈവഭയമായിട്ട് മാറേണ്ടത്. ആ ഭയമാകട്ടെ സ്നേഹത്തിൽ നിന്ന് ജനിക്കുന്നതാകുമ്പം വേണം. എന്നെ സ്നേഹിക്കുന്ന, എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചവന്റെ മുൻപിലാണ് ഞാനെന്നും അവന്റെ മുൻപിൽ ഞാൻ വീണു പോകുന്നു എന്നുള്ളതാണ് നമ്മുടെ ഹൃദയത്തിൽ അനുതാപം ജനിപ്പിക്കേണ്ടത്. അനുതാപവും കണ്ണീരും രണ്ടാണ്. നാം കരഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ കഷ്ടതകളെ പ്രതിയാണ്. ഹൃദയത്തിന് ചൂടുണ്ടാകേണ്ട ഒരു കാര്യമാണ് അനുതാപം. എന്നെ സ്നേഹിക്കുന്നവന്റെ സ്നേഹം ഞാൻ തിരിച്ചറിയാതെ പോയതിൽ എനിക്കുണ്ടാകുന്ന ഹൃദയപരമായ വേദന ഒരു തീയായി എൻ്റെ ഹൃദയത്തിൽ എരിയുകയും അവനോടുള്ള സ്നേഹമായി മാറുകയും ചെയ്യണം. ആ സ്നേഹം എൻ്റെ ജീവിതം വഴിയാണ് പ്രകാശിക്കേണ്ടത്. അതുകൊണ്ട് കഷ്ടനഷ്ടമേറി വന്നാൽ ഭാഗ്യവാനായി തീരുമെന്നൊക്കെ കൊച്ചു കുഞ്ഞു ഉപദേശിച്ച് പാടുന്നത്. എൻ്റെ ജീവിതത്തിൽ ഉണ്ടെന്ന ഏത് തകർച്ചയുടെ സമയവും എനിക്ക് കണ്ണീരിനുള്ള അവസരമായിട്ടല്ല, എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നതിന്റെ അടയാളങ്ങളായിട്ട് എനിക്ക് തിരിച്ചറിയാൻ പറ്റണം. തന്നെ വിളിച്ച് നിലവിളിക്കാത്തവരുടെ മേൽ ശത്രുവിനെ ദൈവം അയക്കും എന്ന് പറയുമ്പോൾ ദൈവം ആരായിട്ട് മാറി? തന്നെ വിളിച്ച് നിലവിളിക്കാത്തവരുടെ മേൽ ശത്രുവിനെ അയക്കുമെന്നും അവരുടെ ജീവിതം തകർക്കുമെന്ന് പറയുമ്പോൾ ദൈവം ആരായിട്ട് മാറി? നീതിമാനായിട്ടോ നീതിരഹിതനായിട്ടോ? പരമനീതിയായ ദൈവത്തെക്കുറിച്ച് നമ്മൾ ഈ പറയണേ. ദൈവത്തിന്റെ നീതി സ്നേഹമാണ്, ദൈവത്തിന്റെ നീതി കാരുണ്യമാണ്. ദുഷ്ടന്റെ മേലും ശിഷ്ടന്റെ മേലും മഴ പെയ്യ്ക്കുകയും നീതിമാന്റെ മേലും നീതിരഹിതന്റെ മേലും സൂര്യനെ ഉദിപ്പിക്കുകയും ചെയ്യുന്ന ദൈവത്തെയാണ് അപമാനിക്കുന്നത്. നാം പാപികളായിരിക്കെ നമുക്ക് വേണ്ടി മരിച്ച ഒരാളെയാണ് നമ്മൾ അപമാനിക്കുന്നത്. നമ്മളെ രക്ഷിക്കാൻ വേണ്ടി നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി രക്തം ചിന്തിയ ക്രിസ്തുവിനെ ഇങ്ങനെ അപമാനിക്കുന്നത് അപകടകരമല്ലേ? അത് വിശ്വാസവിരുദ്ധമല്ലേ? നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. ദൈവത്തെ വിളിക്കാത്ത ആളുകളുടെ മേൽ ശത്രുവിനെ അയക്കുമെന്ന് പറയണേ. വിവാഹ തടസ്സം ഉണ്ടാകുന്നതും, കുഞ്ഞുങ്ങൾ ഉണ്ടാവാത്തതും, ജോലി കിട്ടാത്തതും, സാമ്പത്തിക തകർച്ച ഉണ്ടാകുന്നതും, ജീവിതത്തിൽ തടസ്സങ്ങൾ നേരിടുന്നതും ദൈവത്തെ വിളിക്കാത്തതുകൊണ്ടാണത്രേ. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ലോകത്ത് നിരീശ്വരവാദികളുണ്ട്, ആജ്ഞേയതാവാദികളുണ്ട്, വിവിധങ്ങളായ വിഗ്രഹാരാധനയിൽപ്പെട്ടവരുണ്ട്, വിവിധ മതങ്ങളിൽ വിശ്വസിക്കുന്നവർ, യേശുവിനെ അംഗീകരിക്കാത്തവർ. അവരെയൊക്കെ തകർക്കുന്ന ആളാണോ ദൈവം? എല്ലാ മനുഷ്യർക്കും ജീവിക്കാൻ ആവശ്യമായവ നൽകുന്ന, എല്ലാവരുടെയും പരിപാലകനായ,
എല്ലാവർക്കും വേണ്ടി എല്ലാവരുടെയും പാപങ്ങൾക്ക് പരിഹാരമായി കുരിശിൽ മരിച്ച യേശുവിനെ നാം അപമാനിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ ഭൗമിക പ്രപഞ്ചത്തിന്റെ സാധാരണത്വമാണ്. ഭൗമിക പ്രപഞ്ചം ഒരേ ഗതിയിലുള്ളതല്ല. ഏറ്റക്കുറച്ചിലുകളാണ് ജീവിതത്തിൽ നിരന്തരം നാം അനുഭവിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ സന്തോഷങ്ങളും സങ്കടങ്ങളും ഇടകലർന്നാണ്. നമ്മുടെ പ്രതീക്ഷകൾ പലപ്പോഴും പാളിപ്പോകും. ചെയ്യുന്ന പ്രവൃത്തികളിൽ വീഴ്ചയുണ്ടാവും. അവയൊക്കെ ദൈവം ശിക്ഷിക്കുന്നതാണെന്നും ശത്രുവിനെ അയക്കുന്നതാണെന്നും പറയുമ്പോൾ നമ്മുടെ ഭൗതിക ജീവിതത്തിലെ ശിക്ഷയുടെ കേന്ദ്രമാക്കി മാറ്റുന്ന ഒരാളെ കുറിച്ചാണ് നമ്മൾ പറയുക. യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളുടെ പോരായ്മയ്ക്ക് നാം വിധിക്കപ്പെടുമെന്നത് ന്യായമാണ്. ആ വിധിക്കപ്പെടുന്നത് മരണശേഷമാണ്. തനത് വിധിയുണ്ട്, പൊതുവിധിയുണ്ട്, നിത്യശിക്ഷയുണ്ട്. അങ്ങനെ ഒരു ശിക്ഷാവിധിയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി ഭൗമികമായ ജീവിതത്തെ ക്രമപ്പെടുത്തണമെന്നാണ് പുതിയ നിയമം പഠിപ്പിക്കുന്നത്. ദൈവത്തിന്റെ കാഠിന്യവും കാരുണ്യവും നമ്മൾ ഓർക്കണം. ദൈവത്തിന്റെ കാഠിന്യം ഇങ്ങനെ പഴയ നിയമത്തിലാണ് നമ്മൾ കണ്ടത്. അനന്ത കാരുണ്യമായിട്ടാണ് ദൈവത്തെ ഇന്ന് നമുക്ക് കാണാൻ പറ്റുക. അനന്തകാരുണ്യമായ ദൈവം അത്രയേറെ നമ്മെ സ്നേഹിക്കുമ്പോഴും നീതിയുടെ കാര്യത്തിൽ അവിടുന്ന് മാറ്റമുള്ളവനല്ല. അതുകൊണ്ട് മരണശേഷം അവിടുത്തെ സന്നിധിയിൽ നാം നിൽക്കേണ്ടി വരും. ചെയ്ത തെറ്റുകൾക്ക് അവിടുത്തെ സന്നിധിയിൽ നാം ശിക്ഷ സ്വീകരിക്കേണ്ടി വരും. ദൈവം മുഖംനോട്ടമില്ലാത്ത ദൈവമാണ്. അതുകൊണ്ട് ഭൗതികമായ ജീവിതത്തിനകത്ത് നാം അനുഭവിക്കുന്ന കഷ്ടതകൾ എല്ലാം ശിക്ഷയുടെ ഭാഗമാണെന്ന് പറയുമ്പോൾ ഈ ഭൂമിയെ ശിക്ഷിക്കുന്ന ഒരാളായിട്ട് ദൈവത്തെ നമ്മൾ കണ്ടുമുട്ടും. യേശു പറയാണ്, ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത് നിങ്ങളെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, രക്ഷിക്കാനാണ്. ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത് നിങ്ങളെ ശിക്ഷിക്കാനല്ല, രക്ഷിക്കാനാണ്. അതുകൊണ്ടാണ് പാപിനിയായ ഒരുവളെ കല്ലെറിയാൻ കൊണ്ടുവരുമ്പോൾ അവളെ വിമോചിപ്പിക്കുന്നത്. ചുങ്കക്കാരനായ ഒരുവനെ ചുങ്കസ്ഥലത്ത് നിന്ന് പിടിച്ച് തന്റെ ശിഷ്യനാക്കുന്നത്. നിങ്ങൾ ഈ ലോകത്തായിരിക്കുമ്പോൾ നിങ്ങളോട് കൂടെ ആയിരിക്കാൻ ദൈവം വരുന്നു. നിങ്ങൾ ഏതവസ്ഥയിലാണെങ്കിലും, ഒരുപക്ഷെ നിങ്ങൾ ദൈവത്തെ അറിയാതെയോ ദൈവത്തിനെതിരായിട്ടോ ആണ് ജീവിക്കുന്നതെങ്കിൽ കൂടി ദൈവം നിങ്ങളിൽ അകന്നു പോകുന്നില്ല. ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. ആ ദൈവം തന്നെയാണ് നിങ്ങൾ നിഷേധിയായിരിക്കുമ്പോഴും ദൈവത്തെ അംഗീകരിക്കാത്തപ്പോഴും നിങ്ങളിലൂടെ പ്രവർത്തിക്കുന്നത്. ആ ദൈവം നിങ്ങളെ ഒരിക്കലും കൈവിടുന്നില്ല. അങ്ങനെ ഒരിക്കലും കൈവിടാത്തൊരു ദൈവത്തെ കുറിച്ച് നമ്മൾ പറയണേ. അനന്ത സ്നേഹമായ പരമനന്മയായ ഒരു ദൈവം. ആ ദൈവത്തിന് തിന്മ പ്രവർത്തിക്കാൻ സാധ്യമല്ല. നമ്മുടെ പ്രവൃത്തികളിൽ വീഴ്ച ഉണ്ടാകുമ്പോൾ നമുക്ക് തന്നുള്ള സ്വാതന്ത്ര്യം ഉപയോഗിച്ച് ഈ ലോകത്ത് നന്മതിന്മകളിലൂടെ നാം കടന്നു പോകുമ്പോൾ നാം ഇതിന് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ഓരോ വ്യർത്ഥവാക്കിനും കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. കണക്ക് ബോധിപ്പിക്കേണ്ടി വരുന്നത് തനത് വിധിയിലാണ്, പൊതുവിധിയിലാണ്. ഭൗമിക ലോകത്ത് അപ്രകാരം ചാട്ടവാറെടുത്ത് എല്ലാവരെയും അടിച്ചു നേരെയാക്കുന്ന ഒരു ദൈവത്തെയല്ല നമുക്ക് വേണ്ടി പകരം നിന്ന് നമ്മുടെ പരിമിതികൾക്ക് പകരമായി കുരിശിൽ മരിച്ച് നമ്മെ വിമോചിപ്പിക്കുന്ന രക്ഷകനെയാണ് നാം അനുഭവിക്കേണ്ടത്. ആ രക്ഷകനാണ് ക്രിസ്തു. ആ ക്രിസ്തു വെളിപ്പെട്ടിരിക്കുന്നു എന്നിടത്ത് നമ്മുടെ ജീവിതത്തിലെ സങ്കട നിമിഷങ്ങളിൽ കരയുന്നവരായി മാറാതെ സന്തോഷത്തോടെ ദൈവത്തിൽ സന്തോഷിച്ചുകൊണ്ട്, ഞാൻ നേരിടുന്ന പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരിക്കുമ്പോഴും എന്റെ ജീവിതം എന്റെ കർത്താവിന്റെ കരങ്ങളിലാണെന്ന പരമാശ്രയ ബോധത്തിൽ വളരുകയാണ് നമ്മൾ വേണ്ടത്. അതിനു പകരം പറഞ്ഞു പഠിപ്പിക്കുന്നത് നിങ്ങൾ നിലവിളിക്കൂ, നിലവിളിക്കുമ്പോൾ ഉത്തരം നൽകുന്ന ദൈവമാണ്. നിങ്ങൾ വിളിക്കാതിരുന്നാൽ പ്രതികാരം ചെയ്യുന്ന ദൈവമാണ്. ദൈവത്തെ ഇങ്ങനെ പരണത്ത് മാറ്റി വെക്കുകയാണ്. ദൈവത്തെ നമ്മൾ നടർത്തി മാറ്റി എമ്മാനുവൽ എന്ന അനുഭവത്തെ തിരസ്കരിച്ച് ഭീതിതനായ ഒരുവനെ നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് വെക്കുകയാണ്. ജീവിത തകർച്ചകൾ ദൈവം നിങ്ങളുടെ മേൽ വയ്ക്കുന്നത് ശിക്ഷയായിട്ടാണെന്ന് പഠിപ്പിക്കുകയാണ്. പഴയ നിയമകാല ബോധത്തെ ആധുനിക കാലത്ത് കൊണ്ടുവന്ന് വെക്കുന്ന ഇത്തരം അപജയ പ്രഘോഷണങ്ങളെ കുറിച്ച് നമുക്ക് വ്യക്തമായ ധാരണയുണ്ടാകണം. ഏറ്റവും രസകരമായ കാര്യം എന്തെന്നറിയാമോ? ഇത് ആരോടാ പറയുന്നത്? ദൈവത്തിൽ പ്രത്യാശ വെച്ച് വിശ്വാസത്തോടെ വചനം കേൾക്കാനിരിക്കുന്ന ആളുകളോടാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ പിശാചി കയറി ഇടപെടും. ദൈവത്തെ നിങ്ങൾ വിളിക്കുന്നില്ല. ദൈവത്തെ വിളിക്കുന്നവരുടെ പറയണേ. 200 കോടി ആളുകളാണ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നത്. 600 കോടി അപ്പുറത്ത് നിൽപ്പുണ്ട്. ഈ 600 കോടി ദൈവത്തെ വിളിക്കുന്നില്ല. അവരെയൊക്കെ തള്ളിക്കളയാണ് ദൈവം. അവരുടെ ഒന്നും ജീവിതത്തിൽ സാമ്പത്തികമായി ഉയർച്ച ഉണ്ടാക്കാത്തവനാണ് ദൈവം. എല്ലാവരുടെയും ജീവിതത്തിൽ ഒരുപോലെ ഇടപെടുന്ന, എല്ലാവർക്കുമായി കാരുണ്യമായി തന്നെ കൊടുക്കുന്ന, എല്ലാവരുടെയും ജീവിതത്തിൽ മാനുഷികമായ എല്ലാ പ്രവൃത്തികളും വിജയത്തിലെത്തിക്കാൻ സർഗശേഷിയായി പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെ കാണണം. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഇടപെടാത്തത് നിങ്ങളുടെ വിശ്വാസക്കുറവ് മൂലമാണ്, നിങ്ങൾ പ്രാർത്ഥിക്കാത്തത് കൊണ്ടാണെന്ന് പറയുമ്പോൾ ഈ ദുഷ്ടന്റെ മേലും ശിഷ്ടന്റെ മേലും മഴ പെയ്യിക്കുന്ന, നീതിമാന്റെ മേലും നീതിരഹിതന്റെ മേലും സൂര്യൻ ഉദിപ്പിക്കുന്ന ആ ദൈവം ഇവിടെ പോയി. പാപിയെ രക്ഷിക്കാൻ വന്നവനാണവൻ. അതുകൊണ്ട് പാപികളെ തേടി നടക്കുന്നു, പാപികളോട് കൂടെയായിരിക്കുന്നു. അവൻ ഒരുവനോടും പറയുന്നില്ല നിങ്ങൾ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ നശിച്ചു പോകുമെന്ന്. അവൻ എല്ലാവർക്കും പകരമായി നിന്ന് സ്വയം കുരിശിൽ ബലിയായി അർപ്പിച്ചുകൊണ്ട് അവന്റെ ജീവിതം അർപ്പിക്കുക വഴി അവൻ പാപത്തിന്റെ ആധിപത്യത്തിൽ നമ്മെ വിമോചിപ്പിക്കുന്നു.
തിന്മയുടെ ആധിപത്യത്തിൽ നിന്ന് വിമോചിപ്പിക്കുന്നു. അങ്ങനെ ആധിപത്യത്തിൽ നിന്ന് വിമോചിപ്പിച്ചിട്ടാണ് അവൻ പറയുന്നത്, മേലിൽ പാപം ചെയ്യരുത്. ക്രിസ്തുവിനെ സ്നേഹിക്കാൻ കഴിയാത്ത വിധം ലോകത്തോടുള്ള ക്രമവിരുദ്ധമായ സ്നേഹമാണ് പാപം. ആ ക്രമവിരുദ്ധമായ സ്നേഹത്തിൽ നാം പെട്ടുപോകുമ്പോൾ നമ്മെ കൈപിടിയുകയല്ല, ഈ പരമമായ സ്നേഹം നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തുകയാണ്. ക്രൈസ്തവരായ നമുക്ക് ഓരോരുത്തർക്കും കടമയുണ്ട് ദൈവത്തിന്റെ ഈ അനന്ത കാരുണ്യം ലോകത്തിന് മുമ്പിൽ വെളിപ്പെടുത്താൻ. പാവങ്ങൾ എന്ന നോവൽ എഴുതുമ്പോൾ വിക്ടർ യുഗോ ഴാങ് ഴാങ് എന്ന് പറയുന്ന ഒരു കുറ്റവാളിയെ സ്നേഹം കൊണ്ട് വീണ്ടെടുക്കുന്നത്, സ്നേഹത്തിന്റെ പ്രവൃത്തികൾ തുടരുന്ന ഒരാളായിട്ട് മാറ്റുന്നത് നമുക്ക് കാണാൻ പറ്റും. വിക്ടർ യുഗോ പറയുന്ന പാവങ്ങൾ എന്ന് പറയുന്ന കഥയിൽ എങ്ങനെയാണ് ജീൻ വാൽജീൻ തെറ്റുകാരനായ ഒരാളാണ്. അയാളുടെ ജീവിത സാഹചര്യങ്ങൾ ഏതുമാകട്ടെ, റൊട്ടി മോഷ്ടിച്ചിട്ടാണ് ജയിലിൽ പോകുന്നത്, അതൊക്കെ ശരിയാണ്. പക്ഷേ അയാൾ കുറ്റവാളിയായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. മോഷ്ടാവായി മുമ്പിൽ നിൽക്കുന്ന ഒരാളെ സ്നേഹിതനെന്ന്, സഹോദരനെന്ന് വിളിക്കാൻ കരുത്തു കാണിക്കുന്ന മെത്രാൻ ക്രിസ്തുവിന്റെ സ്നേഹം അയാളിലേക്ക് പകരുന്നു. ഴാങ് പിന്നീട് ക്രിസ്തുവിന്റെ സ്നേഹമായിട്ട് മാറുകയാണ്, എല്ലാവരെയും സ്നേഹിക്കുന്ന ഒരാളായിട്ട് മാറുകയാണ്. അന്ന് വരെ മോശപ്പെട്ടവനായി സ്വയം കരുതിയിരുന്ന, ജീവിതത്തിലെ ദുരിതങ്ങളോട് പരിതപിച്ചിരുന്ന, നീതിയേക്കാൾ കഠിനമായ നിയമത്തിന്റെ കീഴിലാണ് താനെന്ന് വിചാരിച്ചിരുന്ന ഒരാൾ നീതിപൂർവകമായ ഒരു സ്നേഹം കാണുന്നു. ആ സ്നേഹം അയാളെ മാറ്റിമറിക്കുന്നു. അയാൾ ലോകത്തോട് മുഴുവൻ സ്നേഹമുള്ളവനായിട്ട് മാറുന്നു. അങ്ങനെ അയാൾ വലിയവനായി തീരുന്നു. ഒരു കുറ്റവാളിയിൽ നിന്ന് ഒരാൾക്ക് പരിവർത്തനം ഉണ്ടാക്കുന്നത് സ്നേഹമാണ്. ആ സ്നേഹമാണ് ലോകത്തെ ക്രിസ്തു പ്രകാശിപ്പിച്ചത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം ആ ബറാബാസിന്റെ അവസ്ഥ. ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരാളെ ഭരണകൂടം വെറുതെ വിടുകയാണ്. എന്തുകൊണ്ടാണ്? പകരം വേറൊരാൾ ക്രൂശിക്കപ്പെടുന്നതുകൊണ്ടാണ്. ബറാബാസിനെ ഞങ്ങൾക്ക് വിട്ടുതരിക, യേശുവിനെ ക്രൂശിക്കുക എന്ന് ജനം പറയുമ്പോൾ ബറാബാസ് രക്ഷപ്പെടുന്നു. പകരം ക്രൂശിക്കപ്പെടുന്നത് യേശുവാണ്. ആ പകരം ക്രൂശിക്കപ്പെട്ടവന്റെ സ്നേഹം, തന്റെ വീണ്ടെടുത്ത അനുഭവം താൽക്കാലികമായിട്ടും മനുഷ്യകുലത്തിന് ഒന്നാകെയും അനുഭവപ്പെട്ടിരിക്കെ, മനുഷ്യകുലത്തിന് മുമ്പിൽ വെളിപ്പെട്ടിരിക്കെ, നമുക്ക് വേണ്ടി പകരം നിൽക്കുന്ന ഒരാളെ മറികടന്നിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ദൈവം ശിക്ഷിക്കും. നിങ്ങൾ ദൈവത്തെ വിളിക്കാത്തത് കൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ പിശാച് ഇടപെടുന്നത്. നിങ്ങളുടെ ജീവിത തടസ്സങ്ങളെല്ലാം പിശാച് കൊണ്ടുവരുന്നതാണ്. ഈ പിശാചിനെ ദൈവം അയക്കുന്നു. എന്തിന്? നിങ്ങളെ ശിക്ഷിക്കാൻ, നിങ്ങളെ നേർവഴിക്ക് നടത്താൻ. നിങ്ങളെ നേർവഴിക്ക് നടത്താൻ പിശാചിനെ ഉപയോഗിച്ച് നിങ്ങൾ അടിക്കുകയാണോ ദൈവം ചെയ്തത്? നിങ്ങളെ വീണ്ടെടുക്കാൻ വേണ്ടി സ്വന്തം പുത്രനെ കുരിശിൽ ബലിയായിട്ട് അർപ്പിക്കുകയാണോ ചെയ്തത്? ദൈവത്തിന് അനന്തകാരുണ്യം വെളിപ്പെട്ടു ക്രിസ്തുവിൽ. ദൈവം നമ്മെ വീണ്ടെടുക്കാൻ ചെയ്തത് തന്റെ പുത്രനെ നമുക്ക് പകരമായി അർപ്പിച്ചുകൊണ്ട് പാപത്തിന്റെ ആധിപത്യത്തിൽ നമ്മെ വിമോചിപ്പിച്ചു, പൈശാചിക അടിമത്തത്തിൽ നിന്ന് വിമോചിപ്പിച്ചു, മരണത്തിന്റെ ആധിപത്യത്തിൽ നിന്ന് വിമോചിപ്പിച്ചു. അങ്ങനെ തിന്മയിൽ നിന്ന് നമ്മെ വീണ്ടെടുക്കാൻ ക്രിസ്തുവിന്റെ പരമനന്മ നമുക്ക് വേണ്ടി ചൊരിയപ്പെട്ടു. ആ രക്തത്തിൽ വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അവരോടാണ് പറയുന്നത്, നിങ്ങൾ നിലവിളിച്ച് പ്രാർത്ഥിച്ചില്ലെങ്കിൽ, നിങ്ങൾ ദൈവത്തെ വിളിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പിശാചികർ ഇടപെടും. നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സങ്ങൾ മുഴുവനും ഉണ്ടാകുന്നത് നിങ്ങൾ ദൈവത്തെ വിളിക്കാത്തത് കൊണ്ടാണ്. ഞാനൊരു കാര്യം പറയട്ടെ, എത്ര അവിശ്വാസിയോടും ഏതു തരത്തിൽ തിന്മ പ്രവർത്തിക്കുന്നവരോടും നമുക്ക് ഉറച്ചു പറയാൻ കഴിയണം, ക്രിസ്തു നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നു. ക്രിസ്തു നിങ്ങളിൽ പ്രവർത്തിക്കും. ഏതവസ്ഥയിലാണെങ്കിലും നിങ്ങളെ വീണ്ടെടുക്കും. അതിനുള്ള ശേഷി അവനുണ്ട്. കാരണം അവൻ നിങ്ങൾക്ക് പകരമായി നിന്നിട്ടുണ്ട്, രക്തം ചിന്തിയിട്ടുണ്ട്. അവന്റെ രക്തം മറുവിലയായിട്ട് അവൻ കൊടുത്തിട്ടുണ്ട്. നമ്മെ നേടാൻ വേണ്ടി സ്വന്തം രക്തം ചിന്തിയ, മറുവിലയായി സ്വന്തം രക്തം, അമൂല്യമായ രക്തം കാഴ്ചവെച്ച ആ ക്രിസ്തുവിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് അഖില ലോകവും രക്ഷ പ്രാപിക്കുമെന്ന ബോധ്യത്തിലാണ് നമ്മൾ വളരേണ്ടത്. സുവിശേഷം പറഞ്ഞാലും, സ്വാഭാവികമായി സംസാരിച്ചാലും, സാധാരണ കാര്യങ്ങൾ പറഞ്ഞാലും എപ്പോഴും നമുക്ക് യുക്തിഭദ്രമായിട്ട് കൂടി പറയാൻ കഴിയണം. 7 പ്രാവശ്യം IELTS എഴുതി, 3 പ്രാവശ്യം OET എഴുതി, പാസ്സായില്ല. ശുശ്രൂഷ എന്നെ കണ്ടു, കരഞ്ഞു പ്രാർത്ഥിക്കാൻ പറഞ്ഞു, കരഞ്ഞു പ്രാർത്ഥിച്ചു, അപ്പൊ പാസ്സായി. IELTSഉം OETയും എഴുതിയിട്ട് പാസ്സാകാത്ത ഒരാൾ കരഞ്ഞു പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് തടസ്സം നേരിട്ടു, ജീവിതത്തിൽ പരീക്ഷ പാസ്സായില്ല. അവസാനം കരഞ്ഞു പ്രാർത്ഥിച്ചു, നിലവിളിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം ഇടപെട്ടു, ആൾ പാസ്സായി. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ക്രിസ്ത്യാനികൾ മാത്രമാണോ IELTS എഴുതുന്നത്, OET എഴുതുന്നത്? എത്രയോ വിശ്വാസധാരകളിൽപ്പെട്ടവർ, ഒരു ദൈവത്തിലും വിശ്വസിക്കാത്തവർ, അങ്ങനെയുള്ളവരൊക്കെ എഴുതുന്നില്ലേ? ഇപ്പൊ പരീക്ഷ പാസ്സാകണമെങ്കിൽ, ഈ IELTS പാസ്സാകണമെങ്കിൽ നിങ്ങൾ നിലവിളിച്ച് പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത് എന്താ ന്യായമുള്ളത്? ഒരു സാമാന്യ നീതിക്ക് ആലോചിക്കും. നമ്മുടെ ജീവിതത്തിൽ നാം പ്രാർത്ഥിക്കുന്ന ദൈവത്തിനെ ആശ്രയിക്കാൻ വേണ്ടിയാണ്. ദൈവാശ്രയബോധത്തോടെ ചെയ്യുന്ന പ്രവർത്തികൾ വിജയം വരിക്കും. കാരണം നമുക്ക് സ്വാഭാവികമായി കോൺഫിഡൻസ് ഇല്ല, വ്യക്തിപരമായ കോൺഫിഡൻസ് ഇല്ല. 7 പ്രാവശ്യം IELTS എഴുതിയ കുട്ടിയുടെ പ്രശ്നം എന്തായിരിക്കും അറിയാം? ആ കുട്ടി നിരന്തരം ഡൗൺ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.
ഒന്നെഴുതി തോറ്റു, രണ്ടാമത് എഴുതുമ്പോൾ ആ കുട്ടിയെ ഭരിക്കുന്നത് വിശ്വാസമായിരിക്കും ഭയമായിരിക്കും, തോറ്റുപോകും. 2 പ്രാവശ്യം എഴുതിയിട്ട് 3ാമത്തെ പ്രാവശ്യം എഴുതുമ്പോൾ നിശ്ചയമായിട്ടും ആ കുട്ടിക്ക് ഭയങ്കര പരിതാപകരമായ അവസ്ഥയായിരിക്കും. 2 പ്രാവശ്യം തോറ്റ അനുഭവങ്ങൾ, ഓർമ്മകൾ ആ കുട്ടിയെ വേട്ടയാടും, കോൺഫിഡൻസ് തകരും. നമ്മുടെ കോൺഫിഡൻസ്, നമ്മുടെ ആത്മധൈര്യം എപ്പോഴും ചോർന്നു പോകും. നമ്മുടെ ആത്മധൈര്യം എവിടെ വരെയാണ്? പേടിക്കേണ്ട എപ്പോ വരെ? പേടിക്കുന്നത് വരെ. പക്ഷേ ക്രിസ്തു നിങ്ങളുടെ അകമേ ഉണ്ടെന്നും അവൻ നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നുവെന്നും അവനാണ് നിങ്ങളെ പ്രവർത്തിക്കുന്നതെന്നും ദൈവത്തിന് ആത്മാവ് നിങ്ങളിൽ ഉണ്ട് എന്ന സത്യം നിങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ആത്മധൈര്യം ഉണ്ടാകും. പ്രാർത്ഥന വഴി ആത്മധൈര്യം ഉണ്ടാകും. 1. രണ്ടാമത്, നമ്മുടെ പ്രവൃത്തികളുടെ നാഥനായി ക്രിസ്തുവിനെ നാം ഏൽപ്പിക്കുമ്പോൾ നാം നമ്മുടെ പ്രവൃത്തിയുടെ കർത്തൃത്വത്തിൽ നിന്ന് പുറത്തു കിടക്കും. അങ്ങനെ ദൈവം പ്രവർത്തിക്കുന്നു എന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നാം ചെയ്യുന്ന പ്രവൃത്തികൾ വിജയിക്കും. പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ട്. അല്ലാതെ തോൽക്കാൻ പോകുന്നൊരുത്തിനെ പിടിച്ചു ജയിപ്പിക്കുന്ന ആളാണ് ദൈവം എന്നല്ല പറയേണ്ടത്. അപ്പൊ എങ്ങനെയായി? യുദ്ധം ജയിപ്പിക്കുന്നത് ദൈവമായി മാറും, ഇല്ലേ? യുദ്ധം ജയിപ്പിക്കുന്നവനുമായിട്ട് മാറും ദൈവം. പഴയ നിയമം പറയുന്നുണ്ടല്ലോ. അപ്പൊ യുദ്ധത്തിൽ ജയിക്കുന്നവർ ദൈവസഹായം കൊണ്ടാണ് ജയിക്കുന്നതെന്ന് പറയുമ്പോൾ അനേകർ ഇങ്ങനെ മരിച്ചു വീഴുന്നതും കുട്ടികൾ മാതാപിതാക്കളില്ലാത്തവരുടെ മാറുന്നതും വിധവകളായിട്ട് മാറുന്നതും ഒക്കെ ദൈവത്തിന്റെ പ്രവൃത്തിയാണെന്ന് വരും. ഇത് മനുഷ്യന്റെ പ്രവൃത്തിയാണ്, മനുഷ്യന്റെ പ്രവൃത്തിയുള്ള വീഴ്ചയാണ്. ഒരു യുദ്ധവും ഒരു തകർച്ചയും ആരൊരുവനാൽ ഉണ്ടാക്കപ്പെടുന്നുവോ അവൻ ദൈവത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നു, അവൻ സ്നേഹത്തിനെതിരായി പ്രവർത്തിക്കുന്നു. 1 യോഹന്നാൻ 4:8 ദൈവം സ്നേഹമാകുന്നു. ആ സ്നേഹത്തിനെതിരായ പ്രവൃത്തിയാണ് ഓരോ യുദ്ധവും. കൂട്ടക്കൊലപാതകങ്ങൾ യുദ്ധത്തെ വിളിക്കേണ്ട അങ്ങനെയാ, ഓമനപ്പേരിട്ടല്ല വിളിക്കേണ്ടത്. മഹായുദ്ധം എന്നൊന്നുമല്ല പറയേണ്ടത്, അതിക്രൂരമായ കൊലപാതകങ്ങൾ. അപ്പൊ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഇത് ദൈവത്തിന്റെ പ്രവൃത്തിയാണെന്നല്ല, ഇത് മനുഷ്യന്റെ പ്രവൃത്തിയാണ്. ഈ മാനുഷിക പ്രവൃത്തിയെ ദൈവികമായ പ്രവൃത്തിയാക്കുന്നത് സ്നേഹത്തിൽ പൂരിതമാകുമ്പോഴാണ്. എന്റെ ദൈവം എന്നെ പരീക്ഷയിൽ സഹായിക്കും, എന്റെ കൂടെ അവനുണ്ട് എന്ന് ബോധ്യമുണ്ടാകുമ്പോൾ എന്റെ ജീവിത പ്രവൃത്തികൾക്ക് ദൈവം തരുന്ന ഈ വിജയത്തെ, ഇത് ദൈവം തരുന്ന വിജയമാണ്, ഈ വിജയത്തെ ദൈവത്തെ പ്രതി മറ്റുള്ളവർക്ക് വേണ്ടി വിനിയോഗിക്കാനുള്ള ശേഷിയാക്കി മാറ്റാൻ എനിക്ക് കഴിയണം. ദൈവം എന്റെ ജീവിതത്തിൽ ഇടപെടുന്നു എന്നത് ദൈവം എനിക്ക് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തിയായിട്ടല്ല ഞാൻ കാണേണ്ടത്. ദൈവം മറ്റുള്ളവർക്ക് വേണ്ടി എന്നിലൂടെ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടിയായി മാറണം എന്റെ ജീവിതം. ഓരോ പ്രാർത്ഥനയും നമ്മോട് പറയുന്നതാണ്. നിങ്ങൾക്ക് വിശക്കുന്നു, ഭക്ഷണം ലഭിക്കുന്നു, നിങ്ങൾ ഉടനെ നോക്കേണ്ടത് തൊട്ടടുത്തിരിക്കുന്ന ആൾക്ക് ഭക്ഷണം ഉണ്ടോന്നാ. കാരണം ദൈവം നിങ്ങൾക്ക് ഭക്ഷണം തന്നിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയല്ല, നിങ്ങളുടെ കൂടെ ഉള്ളവർക്ക് വേണ്ടിയാണ്. ദൈവം എനിക്കെല്ലാം തരുന്നു, ഇതെനിക്ക് തന്നതാണ്, ലോട്ടറി അടിച്ച് കിട്ടിയതാണെന്ന് വിചാരിച്ച് ഇതെനിക്ക് കിട്ടിയതാണെന്ന ബോധ്യത്തിലല്ല വളരേണ്ടത്. എനിക്ക് കിട്ടിയത് എനിക്ക് വേണ്ടിയല്ലെന്നും മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടിയാണെന്നും അങ്ങനെ ദൈവത്തിന്റെ അനന്തകാരുണ്യം ഞാൻ അനുഭവിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന ബോധ്യമാണ് എനിക്ക് ഉണ്ടാവേണ്ടത്. അതിന് പകരം പറയുന്നത് ഈ തടസ്സങ്ങൾ മുഴുവൻ സൃഷ്ടിക്കുന്നത് ദൈവം തന്നെയാണ്. ആരെ ഉപയോഗിച്ചിട്ടാ? പിശാചിനെ ഉപയോഗിച്ചിട്ടാ. പിശാചിനെ തോൽപ്പിച്ച ദൈവത്തെക്കുറിച്ചാണ് നാം ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവന് ദൈവം ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുക ഓരോ വീട്ടിലേക്കും നമ്മളെയൊക്കെ ശരിയാക്കി എടുക്കാൻ. ദൈവത്തിന്റെ മകനായ രക്ഷകൻ ഈ ഭൂമി വന്ന് മരിക്കുന്നു നമുക്ക് വേണ്ടി, അങ്ങനെ നമ്മൾ വിമോചിപ്പിക്കുന്നു. ഈ പരമമായ സത്യത്തിലേക്ക് പോകേണ്ടതിന് പകരം പിശാചിനെ പേടിച്ച് നിങ്ങൾ ദൈവത്തിന്റെ കൂടെ പോകണമെന്ന് പറഞ്ഞാൽ മന്ത്രവാദി ദൈവത്തിന്റെ അടുത്ത് പോകാൻ പറഞ്ഞവരിരിക്കും. മന്ത്രവാദി ദൈവത്തിന്റെ അടുത്ത് പോയി തിരികെത്തിക്കാൻ പറഞ്ഞാൽ അത് ദൈവത്തിനായിരിക്കോ മന്ത്രവാദിക്കായിരിക്കോ ഫലം ചെയ്യുക? അത് മന്ത്രവാദിയുടെ അനുസരണമാണ്. ആരുടെ പക്ഷം ചേരുന്നു എന്നുള്ള പ്രധാനം. നിങ്ങൾ ആരുടെ വാക്ക് കേൾക്കുന്നു, ആര് പറയുന്നത് കേൾക്കുന്നു, ആരുടെ പക്ഷം നിൽക്കുന്നു? നിങ്ങൾ ദൈവത്തിന്റെ പക്ഷത്ത് നിൽക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തികൾ ചെയ്യും. ക്രിസ്തുവിന്റെ പക്ഷത്ത് നിൽക്കുമ്പോൾ അവനോടൊപ്പം മരിക്കും, അവനോടുകൂടെ മരിക്കും, അവനിൽ മരിക്കും, അവരന് വേണ്ടി മരിക്കും. അങ്ങനെ സ്വന്തം ജീവിതം അവരന് വേണ്ടിയാണെന്ന പരമാർത്ഥം വെളിപ്പെടുത്തും. അങ്ങനെ ക്രിസ്തുവിൽ നാം ജീവിക്കുന്നവരായിട്ട് അനുഭവിക്കും. ഇങ്ങനെ കരഞ്ഞ് നിലവിളിച്ചൊക്കെ പ്രാർത്ഥിച്ചപ്പോഴാണ് യേശു ഭൂമിയിലേക്ക് വന്നതെന്നാണല്ലോ പറയണേ. അതൊരു കാര്യം, ലോകാബദ്ധം. കാരണം ദൈവത്തിന്റെ മുൻകൂട്ടിയുള്ള രക്ഷാകരമായ പദ്ധതിയാണ്. രണ്ടാമത്തെ കാര്യം എന്താ? എന്നെ വിളിക്കുക, ഞാൻ ഉത്തരം നൽകും. ജെറമിയ 33:3 പറഞ്ഞിട്ട് കുട്ടിക്കാലം മുതലേ കേൾക്കുന്ന കാര്യമാണ്, എന്നെ വിളിക്കുക, ഞാൻ ഉത്തരം നൽകും. നൽകിയോ? ഇത്രയും കാലമായിട്ട് ദൈവം ഉത്തരം നൽകിയില്ലേ? നിന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് ഇനി ഉത്തരം തരാനില്ല, ഉത്തരം തന്നിരിക്കുന്നു. യേശുക്രിസ്തുവിൽ വെളിപ്പെട്ടു. നിന്റെ ജീവിതത്തിലെ ഒരു പ്രശ്നത്തിന് ഉത്തരം തേടി അലയേണ്ട, ക്രിസ്തുവിലേക്ക് നോക്കിയാൽ മതി. ക്രിസ്തുവാണ് ഉത്തരം. കഷ്ടതയിലൂടെ എങ്ങനെയാണ് അനന്തമായ മഹത്വത്തിലേക്ക് പ്രവേശിക്കുക അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ജീവിതത്തിൽ നേരിടുന്ന ഓരോ വെല്ലുവിളിയെ എങ്ങനെയാണ് നേരിടണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് പിതാവായ ദൈവം അവനവരിൽ ജീവിക്കുന്നത് പരമാർത്ഥത്തിലേക്ക് എത്തേണ്ടതെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ദൈവം നമ്മോട് ക്ഷമിച്ചതെന്നും സ്നേഹിച്ചതെന്നും കാരുണ്യം കാണിച്ചതെന്നും പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി എന്ത് ഉത്തരം തേടിയാണ് ദൈവത്തിന്റെ സന്നിധിയിൽ എത്തുന്നത്? ജീവിതാവശ്യങ്ങൾക്ക് പരിഹാരമായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് ഉത്തരം തേടലല്ല, നമ്മുടെ ബലഹീനാവസ്ഥയെ ദൈവത്തിന് മുമ്പിൽ തുറന്നു വയ്ക്കലാണ്.
നിങ്ങൾക്ക് കഷ്ടതയും വേദനയും സഹനമൊക്കെ ഉണ്ടാവുമ്പോൾ ദൈവസന്നിധി നിങ്ങളുടെ ഹൃദയം തുറന്നു വെക്കണം. വേദനയുള്ളതൊക്കെ പറയണം, ദൈവമേ ഇങ്ങനെയൊക്കെയാണ് അവസരങ്ങൾ, ഞാൻ ഇങ്ങനെയാണ് അനുഭവിക്കുന്നത്, എനിക്ക് ഇങ്ങനെയാണ് അനുഭവപ്പെടുന്നത്, ഐ ആം ഹെൽപ്ലെസ്, നീയാണ് പരമാശ്രയം. ആ പരമാശ്രയമായ ദൈവത്തിന് മുമ്പിൽ കൈകൂപ്പുന്നത് തെറ്റാണെന്നല്ല പറയുന്നത്, പറയണം, പ്രാർത്ഥിക്കണം. പക്ഷേ നിലവിളിച്ച് ദൈവത്തെ കൊണ്ട് മനസ്സ് മാറ്റാമെന്ന് കരുതണ്ട. നിലവിളിച്ച് ദൈവത്തിന് മനസ്സ് മാറ്റേണ്ട കാര്യമില്ല. ദൈവത്തിന്റെ മനസ്സ് ആദ്യം മുതലേ നിങ്ങളോട് കൂടെയാണ്. നിങ്ങൾക്ക് നന്മയുണ്ടാകണമെന്നാണ്, ശുഭകരമായവ സംഭവിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം പ്രതികാരത്തിന്റെ ദൈവമല്ല, ദൈവം സ്നേഹത്തിന്റെ ദൈവമാണ്, വാത്സല്യത്തിന്റെ ദൈവമാണ്, കാരുണ്യത്തിന്റെ ദൈവമാണ്. അതുകൊണ്ട് എന്നോട് അവിടുന്ന് ക്രിസ്തുവിൽ കാട്ടിയ കരുണ എന്റെ ജീവിതത്തിലെ സമസ്ത മേഖലയിലും ഇടപെടുമെന്ന് ഞാൻ വിശ്വസിക്കുകയും ആ കാരുണ്യത്തിൽ ആശ്രയിക്കുകയും ചെയ്യുമ്പോൾ എന്റെ പ്രാർത്ഥനകൾ അർത്ഥപൂർണമായിട്ട് മാറും. രണ്ട് തലത്തിലും, ഭൗതികമായും ആത്മീയമായും. ഭൗതികമായി ഞാൻ ആ പ്രശ്നത്തെ അതിജീവിക്കും, ആത്മീയമായി നിത്യതയ്ക്കുള്ള കാര്യമായിട്ട് അത് ഞാൻ തിരിച്ചറിയുകയും ചെയ്യും. അങ്ങനെ ജീവിക്കുമ്പോഴാണ് അവനവനെ കൈവിട്ട് അവരിന് വേണ്ടി ജീവിക്കാനുള്ള മനോബലം എനിക്ക് ലഭിക്കുക, സ്വാർത്ഥത്തിൽ നിന്ന് വിമോചനം പ്രാപിക്കാൻ കഴിയുക. പ്രഭാഷകന്റെ പുസ്തകം 2:10 പറഞ്ഞുകൊണ്ടാണ് നിങ്ങളുടെ നിലവിളിക്ക് ഉത്തരവുണ്ടാകുമെന്ന് പറയുന്നത്. കർത്താവിന്റെ സന്നിധിയിൽ നിലവിളിച്ചിട്ട് ആരാണ് ഭഗ്നാശനായത്? കർത്താവിന്റെ മുൻപിൽ നിലവിളിച്ചിട്ടല്ല, ആരാണ് ഭഗ്നാശനായത്? ഭഗ്നാശനാകുന്ന ക്രിസ്തുവിലേക്ക് നോക്കാതെ പോകുമ്പോഴാണ്. നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ആവശ്യങ്ങൾക്കും നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. കഷ്ടതയും ഞെരുക്കവും സഹനമൊക്കെ ഉണ്ടാവും, പ്രാർത്ഥിക്കണം. എന്തോർത്ത് പ്രാർത്ഥിക്കണം? ദൈവം അനന്ത കരുണയാണെന്നോർത്ത് പ്രാർത്ഥിക്കണം. അവൻ എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ച് സ്വന്തം ജീവൻ അർപ്പിച്ചിട്ടുണ്ട്, അതിനേക്കാൾ വലുതായൊന്നുമില്ല. അവൻ ഇത്രത്തോളം എനിക്ക് വേണ്ടി ചെയ്തെങ്കിൽ എന്റെ ജീവിതത്തിൽ അവൻ ഇടപെടും. യേശു എന്നിൽ ജീവിക്കുന്നു, എമ്മാനുവേൽ അനുഭവത്തിലാണ് എന്ന ബോധ്യത്തിലേക്ക് വരണം. അതുകൊണ്ട് ജീവിതത്തിലെ പ്രതിസന്ധികൾ അവസാന വാക്കല്ലെന്നും ആ പ്രതിസന്ധികളുടെ പാറയിൽ തട്ടി എന്റെ ജീവിതം തകർന്നു പോകില്ലെന്നും വചനമായ ക്രിസ്തു എന്നിൽ ജീവിക്കുന്നുവെന്നും എന്റെ ജീവിതത്തിന് നിയന്താവായി അവിടുന്ന് യഥാർത്ഥത്തിൽ എന്റെ ജീവിതത്തിന് ആവശ്യമുള്ളവയെല്ലാം നൽകുമെന്നും ഉറച്ച വിശ്വാസത്തോടെ, ബോധ്യത്തോടെ ദൈവസന്നിധിയിൽ നമ്മുടെ ജീവിത പ്രശ്നങ്ങളെ അവതരിപ്പിക്കാൻ നമുക്ക് പറ്റണം. ആ ദൈവം തിരിച്ചറിയാത്ത കാര്യമുണ്ടല്ല ദൈവത്തോട് നമ്മൾ പറയുന്നത്, നാം ഇങ്ങനെയാണ് അനുഭവിക്കുന്നത്, നമുക്ക് എങ്ങനെയാണ് അനുഭവപ്പെടുന്നത്. അപ്പോ ദൈവം സമാശ്വാസകനായി നിങ്ങളുടെ അടുത്തെത്തും. എങ്ങനെ എത്തും? നിങ്ങളുടെ ഹൃദയത്തെ ബലപ്പെടുത്തും. ഗെത്സമനിയിൽ കടുത്ത വേദനയുടെ സമയത്ത് യേശു പിതാവായ ദൈവത്തോട് പറയുന്നുണ്ട്, എന്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഹിതം നിറവേറട്ടെ. ഉടനെ ഒരു മാലാഖ അവനെ ആശ്വസിപ്പിച്ചു. അതുകൊണ്ട് ദൈവം നിരന്തരമായി കാരുണ്യത്തോടെ നമ്മോടൊപ്പം ഉണ്ടെന്ന് ഓർക്കണം. നിങ്ങൾ നിലവിളിച്ചല്ല പ്രാർത്ഥിക്കേണ്ടത്, നിങ്ങൾ തിരിച്ചറിവോടെ ദൈവാശ്രയ ബോധത്തിൽ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട്. ഒരു പ്രശ്നവും പരിഹാരമില്ലാത്തതായിട്ടില്ല. 100 വട്ടം നിങ്ങൾ വീണാലും നിങ്ങൾ എഴുന്നേൽക്കും. എത്രത്തോളം അടിപ്പെട്ട് നിങ്ങൾ പോയാലും നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കും. മരണത്തെ വരെ അതിജീവിച്ചവനാ കൂടെയുള്ളത്. വിശ്വാസം ഹൃദയത്തിൽ ഉറപ്പിക്കണം. അതുകൊണ്ട് ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും ദൈവത്തിന്റെ സ്നേഹം ഇങ്ങനെ ഉറപ്പിക്കുന്നവരായി, ഹൃദയത്തിൽ ഉറപ്പിക്കുന്നവരായി മാറണം. ആ സ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തുകൊണ്ട് ആ സ്നേഹം പ്രവൃത്തിയായിട്ട് മാറണം. അതായിരിക്കണം പ്രാർത്ഥന. ആ പ്രാർത്ഥന നിശ്ചയമായും നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടും, നിങ്ങളെ കരുത്തുള്ളവരാക്കി മാറ്റും. കാറ്റടിക്കുമ്പോൾ ഒലഞ്ഞു പോകാത്തവരായി, തിരയടിക്കുമ്പോൾ അതിൽ മുങ്ങിപ്പോകാത്തവരായി, ജീവിതത്തിൽ ഒരിക്കലും തകർന്നു പോകാത്തവരായി നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയും. ആ പ്രത്യാശയിൽ ഉറയ്ക്കാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. ആ പ്രത്യാശ കഷ്ടതയെ സഹനശീലവും ആത്മധൈര്യവും പ്രത്യാശയുമാക്കി മാറ്റുന്ന ആ സ്നേഹത്തിന്റെ ശക്തി നിങ്ങൾ ഓരോരുത്തരെയും ഭരിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. ആമേൻ.